എൻ്റെ വൈഫിൻ്റെ കുറച്ച് ക്യാഷ് ഉണ്ട്, എന്തെങ്കിലും ഷെയർ മേടിച്ചിട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 5 ലക്ഷം രൂപ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തു. അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത് പിന്നെ പുള്ളി പോയി. പിന്നെ പുള്ളിയെ 15 വർഷത്തേക്ക് ഞാൻ കണ്ടിട്ടില്ല. സാർ അത് ഞാൻ ഒരു 5 ലക്ഷം രൂപ മുടക്കിയതാണ്. അത് ഞാനത് നോക്കിയിട്ടേ ഇല്ല. ഞാൻ അതിനകത്ത് നല്ല ഷെയറൊക്കെ ഉണ്ടായിരുന്നല്ലോ, കുറച്ച് നല്ല ഷെയർ, നമ്മളൊരു നല്ല പോർട്ട്ഫോളിയോ അല്ലേ അന്ന് ചെയ്ത്. നമ്മൾ നോക്കിയപ്പോൾ ഉണ്ടല്ലോ, ആ സ്റ്റോക്കിൻ്റെ വാല്യൂ 8 കോടി രൂപയാണ് പുള്ളിയുടെ. 8 കോടി. പുള്ളിയുടെ ഇൻഫോസിസ് ഒക്കെ പുള്ളി ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത്. 5 ലക്ഷം രൂപ, വെറും 5 ലക്ഷം രൂപ അറൗണ്ട് 7.9 crores ആയിട്ട് വാല്യൂ ആയിട്ട് മാറി. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നത് വലിയ സന്തോഷമായിപ്പോയി. പുള്ളി പറഞ്ഞു, ഞാൻ അമേരിക്കയിൽ പോയി പുതിയ വീട് മേടിക്കുന്നു. ബെറ്റർ റിട്ടേൺസ് വരുന്ന, ബെറ്റർ എളുപ്പത്തിൽ കാശാക്കാവുന്ന അസറ്റ് എന്ന് പറയുന്നത് ഷെയർസും മ്യൂച്വൽ ഫണ്ടുകളും ഒക്കെയാണ്. അതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് പാരലൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു തെറ്റുമില്ല. അതിന് ഈ ഹയർ റിട്ടേൺസ് ഉണ്ട് താനും ഇപ്പോഴത്തെ രീതിയിൽ. പേപ്പർ കളക്ട് ചെയ്ത് എറണാകുളത്ത് മാട്ടാഞ്ചേരി മാർക്കറ്റിൽ വിൽക്കുകയൊക്കെ ചെയ്യുന്നൊരു ബിസിനസ്സാണ്. നല്ല രീതിയിലുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ഒരാളുടെ അടുത്ത് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തു, അപ്പോൾ എനിക്ക് കുറച്ച് നഷ്ടമുണ്ടായി. അയാൾ അത്ര ശരിയായിട്ടുള്ള ആളല്ലായിരുന്നു. പുള്ളി പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാം, കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുള്ള കാലമാണ്. ഞാൻ പറഞ്ഞു, ശരി, അതിനെന്താ, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. ആദ്യമൊക്കെ ഞാൻ കുറച്ച് നല്ല ഷെയർസൊക്കെ മേടിച്ചിട്ട് പുള്ളിക്ക് പെട്ടെന്ന് കുറച്ച് ലാഭം കിട്ടി. ലാഭം കിട്ടിയോടുകൂടി പുള്ളി ഭയങ്കരമായിട്ട് ആളങ്ങ് മാറി. പുള്ളി പിന്നെ പുള്ളിയുടെ കോർ ബിസിനസ്, ആ മട്ടാഞ്ചേരിയിലുള്ള ട്രഡീഷണലായിട്ടുള്ള ബിസിനസ്, പെപ്പർ ബിസിനസ്സിലേക്ക് പിന്നെ പോകാതായി. പുള്ളി എൻ്റെ അടുത്തല്ല, വേറെ പലരുടെയും അടുത്തൂടെ ബിസിനസ്സൊക്കെ ചെയ്യാൻ തുടങ്ങി. പുള്ളി പലരും പറയുന്നത് കേട്ടിട്ട് തിരിച്ചു മറിച്ച്. പുള്ളിക്ക് വലിയ നോളജ് ഇല്ലായിരുന്നു മാർക്കറ്റുകൾ, ഈ സ്റ്റോക്ക് മാർക്കറ്റുകളെ പറ്റി. സത്യം പറഞ്ഞാൽ വലിയൊരു കടക്കാരനായിട്ട് മാറിയില്ല. 98 ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് ഞാൻ പുള്ളിയെ ഹോസ്പിറ്റലിൽ പോയി കാണാൻ ചെന്ന സമയത്ത് പുള്ളി എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, പ്രിൻസ് അന്ന് പറഞ്ഞായിരുന്നു ഇത് ചെയ്യല്ല്, ഞാനിപ്പോൾ എന്താ ചെയ്യാൻ, എനിക്കിപ്പം എൻ്റെ ഓടി അടയ്ക്കണം എന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ സ്ഥലങ്ങളൂടെ വിൽക്കണം എന്ന കണ്ടീഷനായി. നമസ്കാരം. ഇന്ന് ലോൺ കോച്ചിൻ്റെ ഒരു പുതിയ എപ്പിസോഡിൽ ഞാൻ ഒരു പുതിയ അതിഥിയെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഞാൻ പലപ്പോഴും ഈ ലോൺ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ബിസിനസ്സുകാരെ ഉപദേശിക്കുന്ന സമയത്ത് എപ്പോഴും ഞാൻ പറയാറുള്ള കാര്യമാണ്, നിങ്ങൾ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരോട് സംസാരിക്കുക. ഇപ്പോൾ എൻ്റെ മുമ്പിലുള്ളത് പ്രിൻസ് ജോർജ് സാറാണ്. അദ്ദേഹം ഏകദേശം 30 വർഷത്തോളമായി, 30 വർഷത്തിന് മേലെയായി ഷെയർ ട്രേഡിംഗ് രംഗത്ത് വളരെ നല്ല രീതിയിൽ സാന്നിധ്യം ഉറപ്പിച്ച് DBFS എന്ന സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. അപ്പോൾ അദ്ദേഹം ഷെയർ ട്രേഡിംഗ് രംഗത്തുമുണ്ട്, അതുപോലെ തന്നെ ഫൈനാൻസ് രംഗത്തുമുണ്ട്. അതായത് ലോണും കൊടുക്കുന്ന ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് അറിയാം. കുറേ ചെറുപ്പക്കാരുകളൊക്കെ എന്നോട് അഭിപ്രായം ചോദിച്ചു വരുമ്പോൾ ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന പല പല വ്യക്തികളുണ്ട്. അപ്പോൾ ഞാൻ അതിൽപ്പെട്ട ഒരാളെ ഞാനിന്ന് യുവാക്കൾക്ക്, പ്രത്യേകിച്ച് യുവാക്കൾക്ക് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. ഞാൻ പ്രിൻസ് സാറിനെ ലോൺ കോച്ചിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു. ഒരു 15 വർഷം മുമ്പ് സാറിന് എനിക്ക് പരിചയമുണ്ട്. അതെ. ഈ ഒരു ദോഹ ബാങ്കിൻ്റെ സബ്സിഡറി ആയ DBFS എന്ന സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. അതെ. അപ്പോൾ സാറ് ഈ ദോഹ ബാങ്കുമായിട്ടും അതുപോലെ തന്നെ ഈ ഒരു ബിസിനസ്സുമായിട്ട് എങ്ങനെയാണ് ഒരു തുടക്കം എന്ന് സാറ് പറയാൻ പറ്റും? എൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ, ഞാൻ ബ്രോക്കറേജ് ബിസിനസ്സിൻ്റെ പാർട്ടായിട്ടാണ് എൻ്റെ കരിയർ തുടങ്ങുന്നത്. 1990s കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മെമ്പർഷിപ്പ് എടുത്ത് അവിടെ ഒരു ചെറിയ സ്ഥാപനമായിട്ട് തുടങ്ങി, ഇൻഡിവിജ്വലായിട്ട് സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് അതിനെ ഒരു കമ്പനിയാക്കി. 92 ആദ്യമായിട്ട് കമ്പനികളൊക്കെ ബ്രോക്കറേജ് രംഗത്തേക്ക് വന്നത്. അപ്പോൾ ഒരു കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്ത് കേരളത്തിൽ, ശരിക്കും പറഞ്ഞാൽ സൗത്ത് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ കമ്പനിയാണ് ഞങ്ങളുടെ. സെലക്ട് സെക്യൂരിറ്റീസ് ലിമിറ്റഡ് എന്നായിരുന്നു ആ കമ്പനിയുടെ പേര്. അത് ദോഹ ബാങ്കായിട്ട് അതൊക്കെ ദോഹ ബാങ്ക് പിന്നീട് ഒത്തിരി വർഷം കഴിഞ്ഞാൽ വന്നത്. അപ്പോൾ ആ കമ്പനിയിൽ മെയിനായിട്ട് 3 ആളുകളാണ് ഉണ്ടായിരുന്നത്. എനിക്ക് 2 പാർട്ട്നേഴ്സൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളൊരു കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തു. ആ സമയത്ത് കമ്പനിയെ പറ്റി കമ്പനികൾ ഇങ്ങനത്തെ ഈ ബ്രോക്കറേജ് ബിസിനസ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഒരു പ്രൊഫഷനായിട്ട്, നമ്മൾ ലോയേഴ്സിൻ്റെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചാർട്ടർ അക്കൗണ്ട് എന്നൊക്കെ പറയുന്ന ഒരു പ്രൊഫഷനായിട്ട് കണ്ടിരുന്ന ഒരു കാലമാണ്. അതിനൊരു ഓർഗനൈസ്ഡ് ബിസിനസ്സായിട്ട് അങ്ങനെ അധികം പേര് അതിലേക്ക് നോക്കുന്നില്ലായിരുന്നു. അപ്പോഴാണ് നമ്മൾ കമ്പനിയായിട്ടൊരു ബിസിനസ്സായിട്ട് സ്റ്റാർട്ട് ചെയ്ത് 2 ബ്രാഞ്ചസ് കോട്ടയത്തും എറണാകുളത്തുമൊക്കെ ഇട്ട് അങ്ങനെയാണ് ഞങ്ങൾ അതിനെ ഒന്ന് ഡെവലപ്പ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്തത്. പക്ഷേ അത് തുടങ്ങി ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ വലിയൊരു പ്രശ്നമുണ്ടായി. ഒരു ഹർഷത് മേത്ത എന്ന് പറഞ്ഞ ഒരാൾ വന്നൊരു സ്കാം വന്നു. അപ്പോൾ മാർക്കറ്റുകളൊക്കെ ഇടിഞ്ഞു, ബിസിനസ്സുകൾ മോശമായി. അപ്പോൾ പല ആളുകളും ചോദിച്ചു, ഇങ്ങനെ നിങ്ങൾ കമ്പനിയായിട്ടൊക്കെ. അപ്പോൾ ഞങ്ങൾക്ക് അതൊരു 25 lakh ക്യാപിറ്റൽ. ഇന്നത്തെ 25 lakh അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു തുകയാണ്. എന്നിരുന്നാൽ പോലും നിങ്ങളിങ്ങനെ ഇത്രയും ഫണ്ടൊക്കെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തൊരു ബിസിനസ്സായിട്ട് ചെയ്യണോ, വേറെ വല്ല പരിപാടിയൊക്കെ നോക്കുന്നതല്ലേ നല്ലതെന്ന് വരെ പോലും ആളുകൾ ചോദിച്ചൊരു സിറ്റുവേഷൻ ഉണ്ട് ആ ഹർഷത് മേത്ത പീരിയഡിന് ശേഷം. പക്ഷേ നമ്മൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കാര്യം നമ്മൾ ചെയ്യുന്ന കാര്യം ഇതിനൊരു പൊട്ടൻഷ്യൽ ഉണ്ട്. അതായത് ആളുകൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊഡക്റ്റുകൾ ഓഫർ ചെയ്യുക, അവർക്ക് ഒരു ഫിനാൻഷ്യൽ പ്രൊഡക്റ്റുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഭാവിയിൽ വരാം. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മളത് ഓർഗനൈസ്ഡായിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു ഇൻഡിവിജ്വലായിട്ടുള്ള രീതിയിൽ ആളുകൾക്ക് സർവീസ് കൊടുക്കാതെ ഒരു ബെറ്റർ സിസ്റ്റം
കമ്പ്യൂട്ടറൈസേഷനൊക്കെ ഞങ്ങൾ ചെയ്ത് ബെറ്റർ സിസ്റ്റംസൊക്കെ കൊണ്ടുവന്നു മാർക്കറ്റിൽ. അങ്ങനെ ഞങ്ങൾക്ക് അവിടെ ഒരു അഡ്വാൻറ്റേജ് കിട്ടി. അങ്ങനെയാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ബിസിനസ്സിലൊരു ആക്ച്വലി ഒരു ചുവടുറപ്പിച്ചത്. അതിനുശേഷം ഞാൻ 95-96 കാലഘട്ടങ്ങളിൽ നാഷണൽ ലെവലിൽ എക്സ്ചേഞ്ചസ് വന്നു. അപ്പോൾ നമുക്ക് നോക്കിയോ പിന്നെയും കുറച്ചുകൂടെ പേടിയായി. നാഷണൽ ലെവലിലേക്കൊക്കെ പോയി ഇത് ചെയ്യണോ, NSEയിലും BSEയിലേക്കൊക്കെ പോയി ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൺലൈൻ ട്രേഡിംഗ് ഒക്കെ വന്ന് ബിസിനസ് അങ്ങോട്ട് ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ പോയില്ലെങ്കിലും കുഴപ്പമില്ല, പോയാലും കുഴപ്പമില്ല. പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ തുക വേണം, 1-2 കോടി രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആ സമയത്ത് വേണം. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ അന്ന് എല്ലാ ബിസിനസ്സുകാരും തിങ്ക് ചെയ്യുന്ന പോലെ ഞങ്ങൾ ഇരുന്ന് ആലോചിച്ചു. ഞങ്ങളുടെ കുറച്ച് കാശൊക്കെ ഉണ്ട്, പക്ഷേ ഞങ്ങൾ എന്നാലും ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ലെവലിലേക്ക് എത്താനൊക്കത്തില്ല. അപ്പോൾ പിന്നെ ലോണൊക്കെ എടുത്ത് ചെയ്യണോ. പിന്നെ അവസാനം ലോൺ എടുക്കണ്ട, നമുക്ക് പാർട്ട്നേഴ്സിനെ കണ്ടെത്തി അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വേറെ കുറച്ച് ആളുകളെല്ലാം അവിടെ കൂടിയിട്ടാണ് ശരിക്കും നാഷണൽ ലെവലിൽ ഒരു കമ്പനി, പെനിൻസുലർ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു കമ്പനി 95 രജിസ്റ്റർ ചെയ്ത് അങ്ങനെയാണ് ആദ്യമായിട്ട് നാഷണൽ ലെവലിലേക്ക് ഇതിലേക്ക് വന്നത്. അത് വന്ന് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ആക്ടിവിറ്റി ആയിരുന്നു. 2001-2002 വരെ അത് വളരെ സക്സസ്ഫുള്ളായിട്ട് വന്നു. പിന്നെ ആ കമ്പനി പാർട്ട്നേഴ്സൊക്കെ കൂടുതൽ പേരുണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ ലേറ്റസ്റ്റ് സ്റ്റേജിൽ ആ കമ്പനി വിറ്റു. പിന്നീട് ഞാൻ ഒരു 2004 ഒരു ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള ലാൻഡ്മാർക്ക് ഗ്രൂപ്പിൻ്റെ നിന്നാണ് ഒരു കമ്പനി ടേക്ക് ഓവർ ചെയ്താണ് ഇന്നത്തെ ദോഹ ബ്രോക്കറേജ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ് ആയിട്ടുള്ളത്. ദോഹ ബാങ്ക് വരുന്നത് 2008 2004 ഈ കമ്പനി ടേക്ക് ഓവർ ചെയ്തു. അതിന് അത്യാവശ്യം ഒരു ബിസിനസ്സും ഒക്കെ ആയി, നല്ല പ്രോഫിറ്റബിലിറ്റി ഒക്കെ ആയി കഴിഞ്ഞപ്പം ഞാൻ ഓർത്തു ഒരു ബാങ്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു, താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ എക്സ്പീരിയൻസിൻ്റെ കാര്യം, എക്സ്പീരിയൻസ് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഫിനാൻഷ്യൽ മാർക്കറ്റിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ക്രെഡിബിലിറ്റി, 2 അത് ചെയ്യുന്ന രീതി. എക്സ്പീരിയൻസിൽ കൂടെ മാത്രമേ അത് കിട്ടത്തുള്ളൂ. അപ്പോൾ ആ എക്സ്പീരിയൻസ് നമ്മളപ്പോൾ നോക്കിയപ്പോൾ ഒരു നല്ല പാർട്ണറെ കിട്ടുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ക്രെഡിബിലിറ്റി കൂടും, അതോടൊപ്പം തന്നെ നമുക്കത് അവരുടെ എക്സ്പീരിയൻസിൽ നമുക്ക് ബെനിഫിറ്റ് കിട്ടും. അങ്ങനെയാണ് ഞങ്ങൾ ഒരു പാർട്ണറെ തപ്പി അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലാണ് ഒരു കൺസൾട്ടൻറ്റ് വഴി നമ്മൾ ദോഹ ബാങ്കിൽ എത്തുന്നതും. ദോഹ ബാങ്ക് അത് ഞങ്ങളുടെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്ത് അവർക്കും അതിനൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തോന്നിയിട്ട് അവർ ഇന്ത്യയിൽ അവർ നടത്തുന്ന ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു. ഞങ്ങളുടെ കമ്പനിയുടെ 49% അവർ അക്വയർ ചെയ്യുന്നതൊക്കെ അങ്ങനെയാണ്. അങ്ങനെ ഞങ്ങൾ അസോസിയേഷൻ ഇപ്പോഴും വളരെ ഭംഗിയായിട്ട് ഇപ്പോഴും പോകുന്നു. 10-15 വർഷത്തിന് ശേഷവും, അല്ല 15 ശരിക്കും പറഞ്ഞാൽ ഇപ്പം 17 വർഷമായി. 17 വർഷത്തിന് ശേഷവും ഇപ്പോഴും അസോസിയേഷന് ഒരു കുഴപ്പമില്ല. ദോഹ ബാങ്കുമായിട്ട് സഹകരിച്ച് ഞങ്ങൾ ബാങ്ക് അല്ലാതെ തന്നെ വളരെ പ്രശസ്തരായ മറ്റ് പല വ്യക്തികളും ഇതിൻ്റെ പിന്നെ ഷെയർ ഹോൾഡിങ്ങിൽ ഇപ്പോൾ ലുലു ഗ്രൂപ്പും ഉണ്ട്. 2 പേരേ ഉള്ളൂ, കൂടുതൽ ഷെയർ ഹോൾഡേഴ്സ് ഒന്നുമില്ല. ഞങ്ങൾ പ്രൊമോട്ടേഴ്സ് കൂടെ പിന്നെ അതെ രണ്ട് ഷെയർ ഹോൾഡേഴ്സും വളരെ സ്ട്രോങ് ബ്രാൻഡ് പ്രസൻസും ട്രസ്റ്റ് വർത്തിയായിട്ടുള്ള. ഞങ്ങൾ ഈ അങ്ങനെ തിങ്ക് ചെയ്യാനുള്ള ഒരു കാരണം, ഞങ്ങൾക്ക് മിഡിൽ ഈസ്റ്റിലായിരുന്നു കസ്റ്റമേഴ്സ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ മിഡിൽ ഈസ്റ്റ് മാർക്കറ്റിൽ പ്രസൻസ് ഉള്ളതും അവിടെ ഒരു പേരുള്ളതുമായിട്ടുള്ള ആളുകളുമായിട്ട് സഹകരിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ പ്രയോജനം കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞങ്ങൾ ഈ ഷെയർ ഹോൾഡേഴ്സിനെ എടുത്തത്. സാധാരണ ഒരു കമ്പനി ഷെയർ ഹോൾഡേഴ്സിനെ എടുക്കുന്നത് ഒന്നുകിൽ കാശിന് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കണം, എന്തെങ്കിലും ഒരു ലക്ഷ്യം വേണമല്ലോ. അപ്പം നമുക്ക് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനുള്ള കാശിന് അത്ര ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ആ സമയത്തൊന്നും ഫേസ് ചെയ്തിട്ടില്ല. പക്ഷേ ഞങ്ങളൊരു പാർട്ണറെ എടുക്കാമെന്ന് വിചാരിച്ചത് മെയിനായിട്ട് നമുക്ക് കുറച്ചുകൂടെ ക്രെഡിബിലിറ്റി കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്ക് പോകുമ്പം നമുക്ക് പറയാമല്ലോ, നമ്മൾ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ആണ് ഇതിൻ്റെ ഷെയർ ഹോൾഡേഴ്സ്, അവരുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ഫംഗ്ഷൻ ചെയ്യുന്നതെന്നുള്ളത്. ആ ഒരു ക്രെഡിബിലിറ്റി ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് ഞങ്ങൾ അന്ന് എടുത്തത്. സബ്സിക്വൻ്റ്ലി ഞങ്ങൾ ലോൺ ബാങ്കിങ് ഫിനാൻസിലേക്ക് കടന്നു. 2016 ബ്രോക്കറേജിൽ നിന്ന് നോൺ ബാങ്കിങ് ഫിനാൻസ് ആക്ടിവിറ്റിയിലേക്ക് ചുവട് വെച്ചത്. നോൺ ബാങ്കിങ് ഫിനാൻസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പിന്നെ ഫണ്ട് തന്നെ വേണം. മറ്റേ ബ്രോക്കറേജ് ബിസിനസ്സും ഇതിന് തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ബ്രോക്കറേജ് ബിസിനസ് ഫീ ബേസ്ഡ് ഇൻകമാണ് നമുക്ക് മെയിനായിട്ട് കിട്ടുന്നത്. അതിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. ഞങ്ങൾ വളരെ നല്ല രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു 150 ലൊക്കേഷൻസിൽ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. മിഡിൽ ഈസ്റ്റിൽ തന്നെ കുവൈറ്റും ഖത്തറും അതുപോലെ തന്നെ UAEയിലും 3 നമുക്ക് പ്രസൻസ് ഉണ്ട്. ധാരാളം NRI കസ്റ്റമേഴ്സിനെ സർവീസ് ചെയ്യുന്നുണ്ട്. ഒരിക്കലും ഒരു മോശം ബിസിനസ് അല്ല, പക്ഷേ നമുക്കൊരു അഡീഷണൽ ബിസിനസ് ലൈനിലൂടെ ഒരു ഡീറിസ്കിങ്ങിൻ്റെ പാർട്ടായിട്ട് തുടങ്ങണമെന്ന് നമ്മുടെ ബോർഡ് ലെവലിൽ ഡിസ്കഷൻ വന്നപ്പോഴാണ് 2016 ഞങ്ങൾ നോൺ ബാങ്കിങ് ഫിനാൻസ് സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ ഡിമോണിറ്റൈസേഷൻ വന്നു ഒരു 3-4 മാസം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് പിന്നെ സംശയമായി കാര്യം എങ്ങനെയായിരിക്കും എക്കണോമി അതിന് ശേഷം വരിക എന്നുള്ളത്. എന്തായാലും ഒരു കാര്യം തുടങ്ങിയതല്ലേ, നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ കുറച്ചൊന്ന് കോഷ്യസ് ആയിട്ട് പിന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് GSTയുടെ ഇംപ്ലിമെൻറ്റേഷൻ വന്നത്. അപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ബിസിനസ് ലോൺ മാർക്കറ്റിലും ബാങ്ക്സും ഒക്കെ കുറച്ച് ബാങ്ക്സിന് അതിന് മുമ്പ് തന്നെ കുറച്ച് NPA ഇഷ്യൂസും ഒക്കെ ഉണ്ടായിരുന്നു, മോർഗേജ് ലോണിലൊക്കെ. അപ്പോൾ ആ ഒരു പീരീഡിൽ 2016, 17, 18 പീരീഡിൽ നമുക്കൊരു ചെറിയൊരു എന്താണിത് ചെയ്യേണ്ട ഒരു കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകണമെന്ന്. പക്ഷേ അതവിടെയാണ് ഒരു പാർട്ണറുടെ ഗുണം നമുക്ക് കിട്ടിയത്. ഇതുപോലത്തെ പല സൈക്കിൾസും പല സിറ്റുവേഷൻസും കണ്ടിട്ടുള്ളതായിരുന്നു ദോഹ ബാങ്ക്. അപ്പോൾ അവർ പറഞ്ഞു, ഇതൊക്കെ ഇങ്ങനത്തെ പല കാര്യങ്ങളും വരും, നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ. നമുക്ക് അവരുടെ ടീമിൽ നമുക്ക് നല്ല സപ്പോർട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എന്നാൽ NBFC കൂടെ എക്സ്പാൻഡ് ചെയ്യാം എന്ന് തന്നെ വിചാരിച്ച് നമ്മൾ മുന്നോട്ട് ചെയ്യുക. അന്നേരമാണ് കോവിഡ് വരുന്നത് 2020.
മൂന്നാമത്തെ ഇത് വന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ആർക്കും അറിയാത്ത കാര്യമാണല്ലോ കോവിഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു പേടിയായി, ഇതിപ്പോൾ എന്ത് വേണം. പക്ഷെ നമ്മൾ പിന്നീട് ഇരുന്ന് അനലൈസ് ചെയ്തപ്പോൾ അവിടെ തൊട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ വളരെ നല്ല ഗ്രോത്ത് 2 വെർട്ടിക്കലിലും നമുക്ക് കിട്ടി. ബ്രോക്കറേജിലും കിട്ടി, NBFCയിലും കിട്ടി. നമുക്ക് നല്ല പ്രോഫിറ്റബിളായിട്ട് 2 ബിസിനസ്സും ഗ്രോ ചെയ്യാനും ഒക്കെ കഴിഞ്ഞ 3-4 വർഷത്തിൽ കോവിഡിന് ശേഷമുള്ള പീരീഡിൽ നമുക്ക് സാധിച്ചു. ഫിനാൻഷ്യൽ ബിസിനസ്സിനകത്ത് ഇപ്പോൾ NBFC എന്ന് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് ലോണുകളൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ ലോണിനെ പറ്റി നമ്മൾ സംസാരിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് പറയാം. ലോൺസൊക്കെ നമ്മൾ എടുക്കാറുണ്ട് NBFCക്ക്. പക്ഷേ ബ്രോക്കറേജിനകത്താണെങ്കിലും നമുക്ക് വർക്കിംഗ് ക്യാപിറ്റലിനും മറ്റുമൊക്കെ ബാങ്ക് ഫെസിലിറ്റീസും എല്ലാം ഇക്വിറ്റി കൊണ്ട് മാത്രമോ അല്ലെങ്കിൽ ക്രെഡിബിൾ പാർട്ട്നേഴ്സിനെ കൊണ്ട് മാത്രമോ ഒരു ബിസിനസ് ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അതിനകത്ത് എന്തൊക്കെയായിരിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അഡ്വൈസ് ചോദിച്ചു വരുമ്പോഴേ ഇപ്പോൾ കൂടുതലും ഈ ബിസിനസ് തുടങ്ങാൻ പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ മറ്റ് പല ചെറുപ്പക്കാരുകൾ, അവർക്ക് ചില ആൾക്കാർക്ക് ജോലി കിട്ടണം, ഒരു സെക്യൂർഡ് ആവണം, ഒരു കോടികൾ മുടക്കി ഒരു ക്യാപിറ്റേഷൻ ഫീ കൊടുത്തിട്ടൊക്കെ അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കുകയാണ്. മനസ്സിലായി താങ്കൾ പറയുന്ന പോയിന്റ്. അപ്പോൾ ഞാൻ സാറിനോട് ചോദിക്കുകയാണ്, ഇപ്പോൾ ഇത് പലപ്പോഴും ഒരു പ്രൊഫഷനായിട്ട് പലപ്പോഴും ആൾക്കാർ കരുതുന്നില്ല. ഇത് ഷെയർ ട്രേഡിങ്, എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാരും ഈ ഷെയർ ട്രേഡിങ്ങിൽ പോയിട്ട് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് കൊണ്ടുപോയി കുറേ പൈസ ഇടുന്നു, തോന്നിയ പോലെ ഷെയർ ട്രേഡ് ചെയ്യുന്നു. സാറിൻ്റെ അഭിപ്രായത്തിൽ ഈ ഷെയർ ട്രേഡ് ഒരു സെക്യൂർഡ് ആയിട്ടുള്ള പ്രൊഫഷനാണോ? അതായത് സാർ ആണെന്ന് എനിക്കറിയാം, മറ്റുള്ള നമ്മളെ കേൾക്കുന്ന ആൾക്കാർക്ക് അവർക്കൊരു ഇൻസൈറ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാർക്ക് ഒരു തൊഴിലും ചെയ്യാൻ പറ്റാതെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരോടൊക്കെ സാറിന് എന്താണ് പറയാനുള്ളത്? ഇത് സെക്യൂർഡ് ആണോ? പണ്ടത്തെക്കാലം ഒത്തിരി അവയർനെസ് ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിനെ സംബന്ധിച്ചും ഷെയർ ട്രേഡിങ്ങിനെ സംബന്ധിച്ചും ഒക്കെ ആളുകൾക്കുണ്ട്. എന്നിരുന്നാൽ പോലും കറക്റ്റായിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവിലാണ് അവർ മനസ്സിലാക്കിയേക്കെന്നുള്ള കാര്യത്തിലൊരു സംശയമുണ്ട്. അപ്പോൾ ഞാൻ പറയാനുള്ള കാരണം, ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇൻകം എന്ന് പറയുന്നത് ബേസിക്കലി ആളുകളുടെ ബേസിക് ഇൻകം ഒന്നുകിൽ അഗ്രികൾച്ചർ, മിക്ക ആളുകളുടെ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ജോലിയിൽ നിന്നുള്ള ഇൻകം. പിന്നീട് വർഷങ്ങളിപ്പോൾ മാറി പോയപ്പോഴത്തേക്കും അഗ്രികൾച്ചർ അങ്ങനെ ഒരു പ്രോഫിറ്റബിൾ ആക്ടിവിറ്റി അല്ലാതെയായി. ജോലിയിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷേ നമ്മുടെ ചിലവുകൾക്ക് അങ്ങനെ ഒന്നുമില്ല. ചിലവുകളാണ് അങ്ങ് വളരെ ഫാസ്റ്റായിട്ട് കയറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആളുകളുടെ ഇൻകവും അവരുടെ എക്സ്പെൻഡിച്ചറും തമ്മിൽ ഒരു മിസ്മാച്ച് ഉണ്ടായി. സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ചിന്തിക്കണം വേറെ എങ്ങനെ ഒരു ഇൻകം ഉണ്ടാക്കാം. അപ്പോൾ ഇപ്പോഴത്തെ രീതിയിൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല പെട്ടെന്നൊരു ഇൻകം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ. അതായത് ഒരു ബിസിനസ് തുടങ്ങുക എന്നുള്ളതാണ് പിന്നെ ആളുകളുടെ മുന്നിലുള്ള ഒരു ഓപ്ഷൻ. ഈ ബിസിനസ് തുടങ്ങാൻ എന്ന് പറയുമ്പോഴത്തേക്കും ആളുകൾ വിചാരിക്കുന്ന പോലെ അതും അത്ര എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. അതിന് വേണ്ട പുറകിൽ വലിയ ഹാർഡ് വർക്ക് വേണം, പിന്നെ നല്ല റിസോഴ്സസ് വേണം, പിന്നെ അതിനനുസരിച്ചുള്ള ബിസിനസ് പ്ലാൻ വേണം. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ബിസിനസ്സിന് ഇപ്പോൾ സ്റ്റാർട്ടപ്പുകളെ പറ്റിയൊക്കെ വലിയ തോതിലൊക്കെ പറയുന്നുണ്ടെങ്കിലും 100-200 സ്റ്റാർട്ടപ്പുകളൊക്കെ തുടങ്ങിയാൽ ചിലപ്പോൾ 2, 3, 4 എണ്ണമൊക്കെയാണ് നല്ല രീതിയിൽ സക്സസ്ഫുള്ളായിട്ട് വരുന്നത്. കുറച്ച് ഒരു പകുതിയോളം ആദ്യത്തെ വർഷം തന്നെ ക്ലോസ് ആയി പോകും. അപ്പോൾ അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? സ്റ്റാർട്ടപ്പ് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, ആ കൾച്ചറും മോശമാണെന്നല്ല. അങ്ങനത്തെ കൾച്ചർ തീർച്ചയായിട്ടും നമുക്ക് വേണം. പക്ഷേ അത് അത്ര എളുപ്പമല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ബിസിനസ് തുടങ്ങി സക്സസ്ഫുള്ളാക്കി. പിന്നെ എന്താണ് ആളുകളുടെ മുന്നിലുള്ള ഓപ്ഷൻ? ആളുകളുടെ മുന്നിലുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഫിനാൻഷ്യൽ പ്ലാനിങ് കറക്റ്റ് ആക്കുക എന്നുള്ളതാണ്. വേറെ യാതൊരു ഓപ്ഷനും ഇല്ല. അതായത് നമ്മുടെ ചിലവുകളിലുള്ള ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞ സംഗതി വളരെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതിന് നമുക്ക് ഒരു തടയിടാം. ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം മെഡിക്കൽ ഇൻഫ്ലേഷനാണ്. ഇന്ത്യയിൽ 13-14% കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പ് നിങ്ങളൊരു സർജറി നടത്താനായിട്ട് പോവുകയാണ്. അന്ന് നിങ്ങൾക്കൊരു 2 ലക്ഷം രൂപ ചിലവാകുന്ന ഒരു സർജറി ആണെങ്കിൽ ഇന്ന് ഉറപ്പായിട്ട് അതിന് 7-8 ലക്ഷം രൂപ ആയിട്ടുണ്ടാവും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ. അല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ നിങ്ങളൊരു ഹോസ്പിറ്റലിൽ കയറിയിട്ടുള്ളവർക്കെല്ലാം അതറിയാം. ഇമാജിൻ ചെയ്യാൻ മേലാത്ത പോലെ എനിക്ക് തോന്നുന്നത് വരുമാനം കൂടിയിട്ടുണ്ടെങ്കിലും ബാക്കി വയ്ക്കാനൊന്നുമില്ല പല ആൾക്കാരും. ഒന്നുമില്ല. അല്ല, അപ്പോൾ ഇങ്ങനത്തെ ഒരു സിനാറിയോയിൽ ആളുകൾക്ക് എങ്ങനെ ഇതിൽ നിന്ന് പുറത്ത് കിടക്കാമെന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് പുറത്ത് കിടക്കാനുള്ളൊരു മാർഗ്ഗം പ്രോപ്പറായിട്ട് നമ്മുടെ ഫിനാൻസ് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമുക്കൊരു ഇൻകം കിട്ടാൻ തുടങ്ങുമ്പോൾ തൊട്ടേ ഒരു സേവിങ് നടത്തുക, ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുക പ്രോപ്പറായിട്ട്. ലോണുകൾ എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ പർപ്പസിനായിട്ട് ലോൺ എടുക്കുക. ലോൺ എടുക്കേണ്ടതെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. ഇപ്പോൾ വീട് വെക്കണം, വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ നടത്താൻ ആളുകൾ ലോൺ എടുക്കും. പക്ഷേ അതൊക്കെ ഒരു ഡിസിപ്ലിനോടുകൂടി അത് തിരിച്ചടക്കുകയും ആ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന് അതിനൊരു ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള പരിപാടികൾ പാരലി ചെയ്യുകയും വേണം. അങ്ങനെയുള്ളിടത്താണ് ഈ ഷെയർ ട്രേഡിങ്ങിൻ്റെ റെലവൻസ്. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെറ്റർ റിട്ടേൺസ് തരുന്ന ഒരു അസറ്റ് ക്ലാസ്സാണ് ഷെയർസ് എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ്? ഈ കമ്പനികളെല്ലാം നമ്മുടെ എക്കണോമി 7-8% ഗ്രോ ചെയ്യുമ്പോൾ ഈ കമ്പനികൾ 20%, 25% ഒക്കെയാണ് ഗ്രോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും അപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കോർപ്പറേറ്റ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന പോളിസി കൊണ്ടാണെന്നൊക്കെ ആളുകൾ ഇങ്ങനെ പറയും. ഒരിക്കലുമല്ല. ഇത് എന്തുകൊണ്ടാണ്? കമ്പനികൾക്ക് ബെറ്റർ പ്ലാനിങ് ഉണ്ട്, കമ്പനികൾക്ക് നല്ല എക്സിക്യൂട്ട് ചെയ്യാനുള്ള ടീമുണ്ട്. അപ്പോൾ അവരുടെ ബിസിനസ് പ്ലാനും ബിസിനസ് മോഡലും എല്ലാം സ്ട്രോങ് ആയതുകൊണ്ട് അവർ എക്കണോമിയെ ബീറ്റ് ചെയ്യുന്ന ഒരു ഗ്രോത്ത് അവർ കാണിക്കും. ഇല്ലെങ്കിൽ അവർ തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ കോർപ്പറേറ്റ് എന്ന് പറയുമ്പോൾ സ്ട്രക്ചർ അങ്ങനെയാണ്.
അപ്പോൾ നമ്മളതിനെ നെഗറ്റീവായിട്ട് കാണേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ വിചാരിക്കുമ്പോൾ ആ കമ്പനികളിൽ നമ്മൾ ഒരു ഓണറാകുകയാണ് സ്റ്റോക്കും ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത്. അവരുടെ ഷെയർ മേടിക്കുമ്പം നമ്മളും അതിനകത്തൊരു ഓണർഷിപ്പ് എടുക്കുകയാണ്. നമ്മൾ ഇൻഡയറക്റ്റ്ലി ഈ കമ്പനി ഉണ്ടാക്കുന്ന ബെനിഫിറ്റിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കുക. അങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഗെയിൻ ഉണ്ടാകുന്നത്. ആളുകൾ വിചാരിച്ചേക്കുന്നത് ഷെയർ മാർക്കറ്റിൽ പോയിട്ട് ട്രേഡിങ് ഒന്ന് രാവിലെ മേടിച്ചു, വൈകിട്ട് വിറ്റു, അല്ലെങ്കിൽ പിറ്റേ ദിവസം മേടിച്ചു, അങ്ങനെയൊക്കെ കാശുണ്ട്. അങ്ങനെ അത് വേറൊരു രീതിയാണത് ട്രേഡിങ്. അതിനെപ്പറ്റി ഞാൻ കുറച്ചുകൂടെ വിശദമായിട്ട് പറയാം, സബ്സിക്വൻ്റായിട്ട് പറയാം. പക്ഷേ നോർമൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം നല്ല കമ്പനികളുടെ ഒരു ബാസ്ക്കറ്റ് ഷെയർസ് മേടിക്കുക, അല്ല നല്ല രീതിയിൽ മ്യൂച്വൽ ഫണ്ടുകൾ വഴി ഇൻവെസ്റ്റ് ചെയ്യുക. അത് ഒരു ലോങ്ങർ പീരീഡിൽ അവർ ഇൻവെസ്റ്റ് ചെയ്ത് കിടക്കുമ്പം അവർക്ക് വലിയ റിട്ടേൺസ് ഉണ്ടാകും. ആ റിട്ടേൺസ് എടുത്ത് നമുക്ക് ഈ പറയുന്ന ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള എന്ത് എക്സ്പെൻഡിച്ചർ വന്നാലും നമുക്ക് അതിൽ നിന്ന് തലയൂരാൻ പറ്റും. ഏത് തരത്തിലുള്ള ലോൺ ഉണ്ടെങ്കിലും നമുക്ക് തിരിച്ചടയ്ക്കാൻ പറ്റും. ഇനി താങ്കൾ ചോദിച്ച ക്വസ്റ്റ്യനിലേക്ക് വന്ന, അതായത് ഇത് ഒരാൾ ഇപ്പം വലിയ രീതിയിൽ കാശ് മുടക്കിയിട്ട് ഒരു ജോലിക്ക് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്ന ന്യൂസുകൾ ഇപ്പോൾ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. അത് പക്ഷേ നേരത്തെ ഒരിടയ്ക്ക് വളരെ കൂടുതലായിരുന്നു. 10, 20, 30, 40 ലക്ഷം രൂപയൊക്കെ മുടക്കിയിട്ടാണ് ഒരു ക്ലർക്ക് പോസ്റ്റിനും അല്ലെങ്കിൽ ഒരു കോളേജ് ലെക്ചർ പോസ്റ്റിനും ഒക്കെ ആയിട്ടൊക്കെ സ്പെൻഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ആ മുടക്കുന്ന കാശുമായിട്ട് ഇവിടുന്ന് കിട്ടുന്ന സാലറിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ആക്ച്വലി ഭയങ്കര നഷ്ടക്കച്ചവടമായിട്ട് ഒരു സെറ്റിൽ തോന്നും. പിന്നെ ഇവരിതിനെ എങ്ങനെയാണ് ക്യാപിറ്റലൈസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഒരു കുട്ടികൾക്കൊരു കരിയർ അവരുടെ ആ രീതിയിൽ ഒരു പ്രൊഫൈലിംഗ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൂടിയാണ് ഇത്ര എമൗണ്ട് മുടക്കി അവർക്ക് സെക്യൂർഡായിട്ടൊരു ജോബുണ്ട് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പലരും ഇത് ചെയ്യുന്നത്. പക്ഷേ ഈ ജോബിനൊക്കെ എത്രയുണ്ടെന്ന് പറഞ്ഞാലും അതിൻ്റെ ലിമിറ്റേഷനുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഹൈലി പെയ്ഡ് ജോബ്സൊക്കെ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും ഉണ്ട്. ഡോക്ടേഴ്സും മറ്റുള്ളവർക്കൊക്കെ നല്ല സാലറി ഉള്ളവരൊക്കെ ഉണ്ട്, ഇല്ല ഞാൻ മോശമാണെന്ന് പറയുന്നില്ല. പക്ഷേ ഇൻ ജനറൽ ഈ വൈറ്റ് കോളർ ജോബ്സിനൊക്കെ പൊതുവേ ഡിമാൻഡ് കുറവാണ്. അവർക്ക് കിട്ടാവുന്ന സാലറി വലിയ കാശ് മുടക്കിയിട്ട് അത് ചെയ്തിട്ടൊന്നും പ്രത്യേകിച്ച് ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇപ്പോൾ AI പോലെയുള്ള ട്രെൻഡുകളൊക്കെ മാറി വരുമ്പോൾ ജോബിൻ്റെ പ്രൊഫൈൽ തന്നെ മൊത്തത്തിൽ മാറി വരുന്ന ഒരു സിറ്റുവേഷനാണ്. അതിൻ്റെ ഒരു തമാശ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പരിചയപ്പെട്ട ഡോക്ടർമാരൊക്കെ കുറച്ച് ഡോക്ടർമാർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഡോക്ടർമാരുണ്ട്. അവരെല്ലാവരും തന്നെ അവരുടെ പ്രൊഫഷനേക്കാൾ കൂടുതൽ വരുമാനം അവർ ഇൻവെസ്റ്റ് ചെയ്ത മ്യൂച്വൽ ഫണ്ടിൽ നിന്നും. തീർച്ചയായിട്ടും അങ്ങനെയാണ് വേണ്ടത്. അതായത് പ്രൊഫഷണലിൽ നിന്ന് നമുക്കൊരു ഇൻകം ഉണ്ടല്ലോ, ബേസിക് ഇൻകം ഉണ്ട്. ജോലി കളഞ്ഞിട്ട് ഇനി ഇതിലേക്ക് പോകണമെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ജോലി കളഞ്ഞിട്ട് സ്റ്റോക്ക് ട്രേഡിങ്ങിലേക്കൊന്നും പോകേണ്ട കാര്യമൊന്നും ഇല്ലെന്നുള്ളതാണ് എൻ്റെ ആൻസർ. പക്ഷേ ഇത് പാരലലി നമുക്ക് ചെയ്യാം. നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സും അതുപോലെ തന്നെ നമുക്ക് റിസ്ക് മാനേജ്മെൻറ്റ്, ഇൻഷുറൻസും അങ്ങനത്തെ എല്ലാ പ്രൊഡക്ട്സും, പെൻഷൻ പ്ലാൻസൊക്കെ ഉണ്ട്. ഇതെല്ലാം അവൈലബിൾ ആണ് നമുക്ക്. അപ്പോൾ ആ റൈറ്റ് ഫിനാൻഷ്യൽ പ്രൊഡക്റ്റുകൾ എടുത്ത് പ്രോപ്പറായിട്ട് ഒരാൾ ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് വളരെ നേട്ടങ്ങളുണ്ടാകും. സ്റ്റോക്ക് ട്രേഡിങ്ങും പാരലി നടക്കും. നമ്മുടെ പ്രൈമറി ഇൻകം വരുന്നത് നമ്മുടെ ജോലിയിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ബിസിനസ്സിൽ നിന്നായിരിക്കും. നമുക്ക് വേറെ സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ്സും ചെയ്യായിക്കോട്ടെ, അതിനൊന്നും തെറ്റൊന്നുമില്ല. പക്ഷേ ഈ വൻ തുക നമ്മളിപ്പം ഒരു ജോലിക്ക് വേണ്ടി ക്യാപിറ്റേഷൻ കൊടുത്ത് ജോലിക്ക് കയറുന്നത്, അതിന് പകരം ആ ജോലിക്ക് കയറാതെ വന്നിട്ട് സ്റ്റോക്ക് ട്രേഡിങ് ചെയ്യാവോ, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാവോ എന്ന് ചോദിച്ചാൽ ചെയ്യുന്നതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ നല്ല ഇൻവെസ്റ്റ്മെൻറ്റിന് നല്ല റിട്ടേൺസ് കിട്ടും. നമ്മളൊരു കമ്പാരിസൺ പറയുകയാണെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റാണ് ഏറ്റവും ആൾക്ക് അറിയാവുന്ന ഒരു പ്രൊഡക്റ്റ്. അതിനിപ്പോൾ ഒരു 5-6% മുകളിൽ 6-6.5%, അങ്ങനെ അതിൻ്റെ ആ പ്രൊഡക്റ്റിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. കാര്യം അതിനകത്ത് വേറെ ഡൗൺവേർഡ് റിസ്ക് ഇല്ലാത്തതുകൊണ്ട് നല്ല ബാങ്കുകളൊന്നും അതിൽ കൂടുതൽ റേറ്റ് കൊടുക്കില്ല. പിന്നിപ്പം വല്ല പ്രൈവറ്റ് കമ്പനികളിലോ വല്ലതും പോയാൽ ചിലപ്പം 7-8% അല്ല 10% വരെ കിട്ടുമായിരിക്കും, എനിക്കറിയില്ല. അതിന് മുകളിലൊക്കെ ഓഫർ ചെയ്യുന്ന പലരും ഉണ്ട്. പക്ഷേ അതൊക്കെ ഓരോ വ്യക്തികളുടെ ഡിസിഷനാണ്. ഇൻ ജനറൽ റെഗുലേറ്റഡ് എൻറ്റിറ്റീസ് ഒന്നും ഒരു പരിധി കൂടുതൽ നമുക്ക് പ്രതീക്ഷിക്കാനൊക്കത്തില്ല അതിനകത്തൊന്നും. വേറെ ഗോൾഡ്, പിന്നെ റിയൽ എസ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പണ്ടത്തെ പോലെ അത്ര എളുപ്പമല്ല നമുക്ക് ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അവർക്ക് അതിൻ്റെ സൈസും കോസ്റ്റും ഒക്കെ വളരെ ഹൈ ആയതുകൊണ്ട് അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ നടത്താനുള്ള ഡിഫിക്കൽട്ടീസും ഒക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ആളുകളുടെ മുന്നിലുള്ള ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഏത് സൈസുള്ള ആളുകൾക്കും 10,000 രൂപ ഉള്ളവർക്കും 1 ലക്ഷം രൂപ ഉള്ളവർക്കും 10 കോടി ഉള്ളവർക്കും എന്ത് വേണം ചെയ്യാം. അങ്ങനെ ചെയ്യാനുള്ളൊരു ഓപ്ഷനുള്ളൊരു മാർക്കറ്റാണിത്. ഇൻഫാക്റ്റ് നമ്മൾ ഈ പല വലിയ ഇൻവെസ്റ്റേഴ്സും വളരെ ചെറിയ തുക കൊണ്ട് തുടങ്ങിയവരാണ്. അവർ ആ മാർക്കറ്റിൻ്റെതായിട്ടുള്ള ഡിസിപ്ലിനിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് കോമ്പൗണ്ട് ചെയ്യും. ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള ഗുണം എന്ന് വെച്ചാൽ കോമ്പൗണ്ടിങ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. ഓവർ എ പീരിയഡ് ഓഫ് ടൈം കോമ്പൗണ്ട് ചെയ്ത് വലിയതൊക്കെ. കോമ്പൗണ്ടിങ്ങിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ സാർ പറഞ്ഞപ്പോൾ നമ്മൾ പല ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടല്ലോ. വേണമെങ്കിൽ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം, ഇൻട്രാഡേ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള ഓപ്ഷൻ പുട്ടും കോളും ഇതൊക്കെ ചെയ്യാം. ഇതിനകത്ത് ഇപ്പോൾ സാറ് പറയുകയാണ്, അല്ലെങ്കിൽ നമ്മൾ മ്യൂച്വൽ ഫണ്ടുകളുണ്ട് വേണമെങ്കിൽ അപ്പുറത്ത്, അല്ലെങ്കിൽ ഡെപ്റ്റ് ഫണ്ടുകൾ ഇപ്പോൾ വരുന്നുണ്ട്. ഞാനൊരു 1 ലക്ഷം രൂപ സാലറി കിട്ടുന്ന വ്യക്തിയാണ്. എനിക്ക്
ഞാൻ ഏത് രീതിയിലൊക്കെ സാറിന് എക്സ്പീരിയൻസിൽ ഏത് രീതിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം? ഇപ്പോൾ ഷോർട്ട് ടൈം ചെയ്യണോ, ലോങ് ടൈം ചെയ്യണോ, മ്യൂച്വൽ ഫണ്ട് ചെയ്യണോ? അതിൻ്റെ ഒരു പെർസെൻറ്റേജ്. 1,00,000 സാലറി കിട്ടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഈ ഒരു 25 വയസ്സിൽ ജോലിക്ക് കയറിയെന്നിരിക്കട്ടെ, 25, 23, 22 കിട്ടും, ചിലർക്ക് 26 കിട്ടും, എന്തെങ്കിലും ആട്ടെ. 25 വയസ്സുള്ള എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ 25 വയസ്സിൽ ജോലിക്ക് കയറി ആൾ ചിന്തിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്കൊരു ജോലി കിട്ടി, 50,000 രൂപ ശമ്പളമുണ്ട്, അപ്പം ഒന്നും എനിക്ക് വലിയ ചിലവുകളൊന്നുമില്ല, ഫാമിലി ഒന്നുമില്ല, വലിയ ചിലവുകളൊന്നുമില്ല, സോ ഞാനത് മൊത്തം സ്പെൻഡ് ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് അങ്ങനെ ചിന്തിക്കുന്ന ഒത്തിരി പിള്ളേരുണ്ട്. അതിനെൻ്റെ റീസണായിട്ട് അവർ ചോദിക്കുന്നത്, ഞങ്ങളൊക്കെ ശമ്പളം കിട്ടാൻ തുടങ്ങിയാൽ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ അവസരമുണ്ടല്ലോ, ഞങ്ങൾ പിന്നീട് സേവ് ചെയ്തോളാം, ഇപ്പം ഞങ്ങൾ എൻജോയ് ചെയ്യുക. അതൊരു തോട്ടാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 30 വയസ്സായപ്പോഴത്തേക്ക് അവർ ചിന്തിക്കാൻ തുടങ്ങി, ഇനി സീരിയസ് ആയിട്ട് എന്തെങ്കിലും ഒരു ഫാമിലി കമ്മിറ്റ്മെൻ്റ് ഒക്കെ എടുക്കാൻ തുടങ്ങുമ്പോഴാണ് പലരും ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി തിങ്ക് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോഴും അവർ വിചാരിക്കും, എൻ്റെ മുന്നിൽ എനിക്ക് ഇഷ്ടം പോലെ വർഷം, എനിക്ക് 10-60 വയസ്സ് വരെ റിട്ടയർ ആകാൻ 10-30 വർഷം ഉണ്ടല്ലോ. അപ്പോഴും ആ സമയത്തൊക്കെ ആരെങ്കിലും എന്തെങ്കിലും പ്രൊഡക്റ്റുകളുമായിട്ട് പെൻഷൻ പ്ലാനുകളുമായിട്ടോ, പെൻഷനെ പറ്റി ഞാൻ എന്തിനാണ് ഇപ്പോഴാണ് ചിന്തിക്കുന്നത്, എനിക്ക് ഇഷ്ടം പോലെ വർഷമുണ്ടല്ലോ. പക്ഷേ ഇവർ അങ്ങനെ അങ്ങ് പോയി. കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവർക്ക് കുട്ടികളൊക്കെ ആയി, കമ്മിറ്റ്മെൻറ്റ്സ് ലെവൽസ് മാറി, അവരുടെ വിദ്യാഭ്യാസമായി, പിന്നീട് അങ്ങനത്തെ ഉള്ള അവരുടെ ഫ്യൂച്ചറിനെ പറ്റിയുള്ള കാര്യങ്ങളായി, പിന്നെ വീട് വെക്കണം, കാറ് വാങ്ങണം, അങ്ങനെ ഓരോരോ ആഗ്രഹങ്ങളുണ്ടല്ലോ മനുഷ്യർക്ക്. ഈ ഓരോ സ്റ്റേജിലും നമ്മൾ ഒരു വല്ലാത്ത പ്രശ്നത്തിലാകും. നമ്മുടെ കയ്യിൽ ഇൻവെസ്റ്റ്മെൻറ്റും ബാക്കിങ്ങും ഒന്നും ഇല്ലെന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഓരോ സ്റ്റേജിലും പോയി ലോൺ എടുത്ത് ഇതൊക്കെ ചെയ്യുകയാണെന്നിരിക്കട്ടെ, അപ്പോൾ നമ്മുടെ സ്വാഭാവികമായിട്ടും 50,000 രൂപയുടെ സാലറി എന്നുള്ള 1,00,000 രൂപയുടെ സാലറി ആയിരിക്കും താങ്കൾ പറഞ്ഞ്. പക്ഷേ ഈ വരുന്ന ക്യാഷ് ഫ്ലോയിൽ നിന്ന് ബൾക്കും ഈ ലോണുകൾക്ക് റീപേ ചെയ്യാനുള്ള കാശേ കാണത്തുള്ളൂ, ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ചെയ്യാനുള്ള കാശ് കാണത്തില്ല. പിന്നെ അങ്ങനെ പോയി ഒരു 50 വയസ്സാകുമ്പോഴാണ് ആലോചിക്കുന്നത്, അയ്യോ 50 വയസ്സായി, ഞാനിപ്പോൾ അധികം ദിവസം റിട്ടയർ ചെയ്യുള്ളൂ. ഇപ്പോൾ പെൻഷൻ പണ്ടത്തെ പോലത്തെ പെൻഷനല്ലോ, പാർട്ടിസിപ്പേറ്ററി പെൻഷനാണല്ലോ. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും നടത്തി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ റിട്ടയർമെൻറ്റ് എങ്ങനെ പോകും? അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്, അപ്പോഴാണ് എനിക്ക് ഇൻഷുറൻസ് ഇല്ലല്ലോ. ഉടനെ ഇൻഷുറൻസ് എടുക്കാൻ ചിലപ്പോൾ വലിയ പ്രീമിയമാണ് ചോദിക്കുന്നത്. പെൻഷൻ പ്ലാനുകളിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും പ്രോബ്ലം എന്നാന്ന് വെച്ചാൽ 50 വയസ്സ് കഴിഞ്ഞ് പെൻഷനെ പറ്റി ആലോചിക്കുമ്പോഴത്തേക്ക് 60 വയസ്സ് കഴിഞ്ഞാൽ വളരെ ചെറിയ കോർപ്പസേ കിട്ടത്തുള്ളൂ. നാഷണൽ പെൻഷൻ സ്കീമാണ് ഇതിനകത്തെ ബെസ്റ്റ് പ്രോഡക്റ്റ്, മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനകത്ത് 2 കാര്യങ്ങളാണ് ഉള്ളത്. ഒരാൾ 50,000 തുടക്കത്തേക്ക് 25 വയസ്സിൽ ജോലി കയറിയാൽ ഏൺ ചെയ്യാൻ തുടങ്ങുന്ന ആ സമയത്ത് തന്നെ, ജോലിയോ ബിസിനസ്സോ എന്തെങ്കിലും ആയിക്കോട്ടെ, അപ്പോൾ തന്നെ പാരലലി നമ്മുടെ എല്ലാ കാര്യങ്ങളും ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം ഒരു ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളതാണ്. ഇൻഷുറൻസ് പറഞ്ഞാൽ ഹെൽത്ത് ഇൻഷുറൻസും ടേം ഇൻഷുറൻസും. മറ്റ് ഇൻഷുറൻസിനെ പറ്റിയൊന്നും ഞാൻ സ്ട്രോങ് ആയിട്ട് പറയുന്നില്ല, ഇത് മസ്റ്റായിട്ട് എടുത്തിരിക്കണം. ടേം ഇൻഷുറൻസ് എടുക്കുന്നത് നഷ്ടമാണെന്ന് പലരും പറയും. നമ്മളെന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ ഫാമിലിക്ക് അല്ലെ നമ്മുടെ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു കംഫർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ടേം ഇൻഷുറൻസ്, പക്ഷേ മസ്റ്റായിട്ട് എടുക്കണം. അപ്പോൾ ചെറിയ പ്രീമിയം വരത്തുള്ളൂ 25-30 വയസ്സിലൊക്കെ ഇൻഷുറൻസ് എടുത്താൽ, മനസ്സിലായി? അതുപോലെ തന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിനെ പറ്റി അപ്പോഴേ തുടങ്ങണം. റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിന് ചെറിയ തുക ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയാൽ മതി. ഫോർ എക്സാമ്പിൾ ഒരു 1,000 റുപ്പീസ് മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്ത് ഒരു 12,000 റുപ്പീസ് ഒരു ഇയർ 30 വർഷം ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ എത്ര രൂപ വന്നു എന്നുള്ളത്. കൂടി വന്നാൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 4-5 ലക്ഷം രൂപ ആയിരിക്കും. പക്ഷേ ഇത് കോമ്പൗണ്ട് ചെയ്തിട്ട് നിങ്ങൾക്കൊരു 20,000 രൂപ മന്ത്ലി പെൻഷൻ കിട്ടുന്ന രീതിയിൽ 60 വയസ്സാകുമ്പോൾ വരും. അത് ലൈഫ് ലോങ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന സ്കീമുകളാണ് നാഷണൽ പെൻഷൻ സ്കീം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് വളരെ ഫ്ലെക്സിബിളായിട്ട് ഇപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ട് ആ സ്കീമുകൾ. അപ്പോൾ ഇങ്ങനത്തെ പെൻഷൻ പ്രൊഡക്റ്റുകളിൽ നമ്മൾ കറക്റ്റായിട്ട് രണ്ടാമത് ഇൻവെസ്റ്റ് ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇമ്മീഡിയറ്റ്ലി ചെയ്യേണ്ടത് നമ്മൾ നല്ല റിട്ടേൺസ് തരുന്ന ഇൻവെസ്റ്റ്മെൻറ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഷെയർസിന് ഒരു ആവറേജ് 15% ഒക്കെ റിട്ടേൺ കിട്ടും. ചിലപ്പോൾ അത് 20% വരെ ചില വർഷങ്ങളിൽ നല്ല റിട്ടേൺ വരും. അപ്പോൾ അതിൽ എങ്ങനെ ചെയ്യണമെന്നുള്ളതാണ്. അത് ഡിപ്പെൻഡ്സ് ഓൺ ഓരോരുത്തരുടെയും കപ്പാസിറ്റി, ഓരോരുത്തരുടെ ഇപ്പം നല്ല രീതിയിൽ നിങ്ങൾക്കൊരു ബ്രോക്കറോ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറുമായിട്ട് റിലേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ റിയൽ ടൈം മാർക്കറ്റിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇൻട്രാഡേ ഒന്നുമല്ല ഞാൻ പറയുന്നത്, നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു മീഡിയം ടു ലോങ് ടേം ബേസിസിൽ നല്ല കുറേ സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്തൊരു പോർട്ട്ഫോളിയോ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അതാണ് ഇതിനകത്ത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മോഡൽ എന്ന് പറയുന്നത്. അപ്പം ചില ആളുകൾക്ക് അതിനുള്ള സമയമില്ല, അല്ലെങ്കിൽ ഓൺലൈനായിട്ടൊന്നും അത് ചെയ്യാനത് പഠിക്കാനൊന്നും താല്പര്യമില്ല. അങ്ങനെയാണെങ്കിൽ അവർക്ക് മ്യൂച്വൽ ഫണ്ടുകൾ വഴി ഇൻവെസ്റ്റ് ചെയ്യാം. അത് ഒരു മീഡിയം ടു ലോങ് ടൈം ഇതൊരു നല്ല രീതിയിൽ റിട്ടേൺസ് തരികയും ഉറപ്പായി. മാർക്കറ്റ് ആകുമ്പം കയറ്റിറക്കങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും ഇതിനെ ബാധിക്കുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാര്യം ഇന്നിപ്പോൾ 100 കോടി രൂപ സൈസുള്ള കമ്പനി 5 വർഷം കഴിയുമ്പോൾ 500 കോടി രൂപ ടേൺ ഓവറിലും പ്രോഫിറ്റും ഒക്കെ കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ അസറ്റ്സും കൂടുന്നുണ്ട്, നിങ്ങളുടെ സ്റ്റോക്കിൻ്റെ വാല്യൂവും കൂടുന്നുണ്ട്, നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിട്ടേൺ കിട്ടും. ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ന്യൂസ് വന്നു, യുദ്ധം വന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു നാച്ചുറൽ കലാമിറ്റി വന്നു എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ സ്റ്റോക്കുകളൊക്കെ താഴേക്ക് വരും. പക്ഷേ അതുപോലെ വീണ്ടും അത് തിരിച്ച് കയറും. അപ്പോൾ സോ ലോങ് ആസ് നമ്മുടെ കൺട്രി ഗ്രോ ചെയ്യുന്നുണ്ട്, കമ്പനികൾ ഗ്രോ ചെയ്യുമ്പം സ്റ്റോക്കുകളൊക്കെ അണ്ടർലൈൻ സ്റ്റോക്കുകളൊക്കെ കയറും. പക്ഷേ നമ്മുടെ ഒരു പ്രിൻസിപ്പിൾ എന്നുള്ള രീതിയിൽ ഒരു സ്റ്റോക്കൊന്നും ഇൻവെസ്റ്റ് ചെയ്യില്ല. നമ്മൾ ചെയ്യുമ്പോൾ ഒരു ബാസ്ക്കറ്റ്, അതിനാണ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്.
ഒരു 8-10 സ്റ്റോക്കുകളുടെ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കി അതൊരു അഡ്വൈസറുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. ഇടയ്ക്കൊക്കെ അത് റിവ്യൂവും ചെയ്യണം. ഇതാണ് ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചാൽ, ഈ സ്റ്റോക്കുകളൊക്കെ ഇടയ്ക്ക് മേടിക്കുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രൊഫഷനായിട്ട് ട്രേഡർ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട് ആൾ. അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് ടേമിൽ മാർക്കറ്റ് കയറുമോ ഇറങ്ങുമോ എന്നൊക്കെ ചാർട്ടുകളൊക്കെ നോക്കിയിട്ടൊക്കെ അവർ ഡിസൈഡ് ചെയ്തിട്ട് വളരെ ആക്റ്റീവായിട്ട് മാർക്കറ്റിൽ ഇൻവോൾവ് ചെയ്യുന്ന ആളുകളാണ്. അതൊരു സ്കില്ലാണ് കേട്ടോ. അത് ആക്ച്വലി തന്നെത്താൻ അക്വയർ ചെയ്യേണ്ട ഒരു സ്കില്ലാണ്. ഓവർ എ പീരിയഡ് ഓഫ് ടൈം ആളുകൾക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവും അതിന് സ്റ്റോക്ക് കയറി ഇന്നത് ഇറങ്ങും, മാർക്കറ്റിൻ്റെ ടെക്നിക്കൽ പൊസിഷൻ ഇതാണ്, അങ്ങനെയൊക്കെ ചെയ്യാം. അതിൽ തന്നെ കുറച്ചുകൂടെ എന്താ പറയുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഈ ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസ് എന്നൊക്കെ പറയുന്നത്. അവിടെയുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ലിവറേജോടെ കിട്ടും. അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ 10 ലക്ഷം രൂപ വെച്ചിട്ട് 30 ലക്ഷമോ 40 ലക്ഷം രൂപയുടെ ഷെയർ വാങ്ങുമോ, അതിനകത്ത് അങ്ങനെയൊക്കെയുള്ള റിസ്ക്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ മനസ്സിലാക്കണം, ഈ ട്രേഡിംഗ് എന്ന് പറയുന്ന ആംഗിളിൽ എടുത്താൽ റിസ്ക് ഉണ്ട്. അത് മാനേജ് ചെയ്യാനുള്ള ഒരു സ്കില്ലൂടെ നിങ്ങൾക്ക് ഉണ്ടാകണമെന്നതാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായില്ലേ? അതൊരു മോശം കാര്യമൊന്നുമല്ല. പക്ഷേ ഈ സ്പെക്കുലേഷൻ എന്ന് പറഞ്ഞൊരു രീതിയുണ്ട്. അതായത് സ്പെക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ചില ആളുകൾ ചില ഇവൻറ്റിനെയൊക്കെ ബേസ് ചെയ്ത് വലിയ തോതിൽ ബെറ്റ് എടുക്കും. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇലക്ഷൻ വരാൻ പോവുകയാണ്, ഇന്ന പാർട്ടി ജയിച്ചാൽ മാർക്കറ്റ് കയറും. ചിലപ്പോൾ ആ പാർട്ടി ജയിച്ചാൽ മാർക്കറ്റ് താഴോട്ടായിരിക്കും. പക്ഷേ എന്താ അത് നമുക്ക് പറയാനോ. അപ്പോൾ ഫ്യൂച്ചർ ഇവൻറ്റിനെ ബേസ് ചെയ്തിട്ട് സ്പെക്കുലേറ്റ് ചെയ്യുന്ന ആളാണ്. അത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യം. അത് ഇവിടെ ചെയ്താലും എവിടെ ചെയ്താലും സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ചെയ്യുന്നവർക്ക് ഒത്തിരി നഷ്ടം വരുന്ന ഒരു ഏരിയയാണ്. ട്രേഡിങ്ങിലും എല്ലാവർക്കും ഒന്നും സക്സസ്ഫുൾ ആകാൻ പറ്റുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്താണ് പ്രൈമറി റീസൺ? ഈ ലിവറേജ് എടുത്തിട്ട് നമുക്ക് പിടിക്കാവുന്ന കപ്പാസിറ്റി കൂടിയ ഒരു പൊസിഷൻ ഇവർ പിടിക്കും. പ്രോഫിറ്റ് വരുമ്പോൾ വലിയ പ്രോഫിറ്റ് വരും, ലോസ് വരുമ്പോഴത്തേക്കും പാനിക്കാവും ഇവർ. അതാണ് സാധാരണ റീസൺ. അതുകൊണ്ട് ഞാൻ അഡ്വൈസ് ചെയ്യുന്നത്, നിങ്ങളൊരു ഇൻവെസ്റ്ററായിട്ട് നിൽക്കുക, ലോങ് ടേം, മീഡിയം ടു ലോങ് ടേം ബേസിസിൽ ഒരു മിനിമം ഒരു 3 ഇയർ എന്തെങ്കിലും പെർസ്പെക്റ്റീവ് എടുത്ത് ഒരു 10-15 ഇയേഴ്സിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. ഏറ്റവും 100% ബെറ്റർ റിട്ടേൺസ് ഉണ്ടാകുന്ന ഒരു ഫീൽഡാണ്. നമ്മുടെ പല കസ്റ്റമേഴ്സും വളരെ വലിയ നേട്ടങ്ങൾ ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് അറിയാം, 10-35 വർഷമായിട്ട്. സാറിൻ്റെ ഈ ഒരു ഇത്ര നാളത്തെ ഒരു 10-30 വർഷത്തെ എക്സ്പീരിയൻസിൽ സാറ് കുറച്ച് ആൾക്കാരെ കണ്ടിട്ടുണ്ടാവില്ല വിജയിച്ച്, അത് സാറിലൂടെ വിജയിച്ച് DBFSലൂടെ വിജയിച്ചൊരു നല്ല ആളുകളുണ്ട്, ഒത്തിരി ആളുകളുണ്ട്. പേര് പറയണ്ട, ഒരു ഇന്നൊരാൾ, ഇപ്പോൾ ഞാൻ പറയുന്നത് ഇത്ര ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയതാണ്, അവർ ഇപ്പോഴത്തെ നെറ്റ്വർക്ക് ഇത്രയാണെന്നുള്ളൊരു പലതരത്തിലുള്ള സ്റ്റോറീസ് ഉണ്ട്. അതായത് എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഒരു IT കമ്പനിയിൽ, ഞങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു സുഹൃത്ത്, ആ സമയത്ത് ഒരു IT കമ്പനിയിൽ ജോലി കിട്ടി 1994. അദ്ദേഹം IT കമ്പനി ജോലി ചെയ്യുന്ന സമയത്ത് ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചു വന്ന് ഒരു ദിവസം എന്നെ കാണാൻ വന്നിട്ട് പറഞ്ഞു, എൻ്റെ കല്യാണം വിളിക്കാനായിട്ട് വന്നു, മാരേജ് ഇൻവൈറ്റ് ചെയ്യാനായിട്ട് വന്നതാണ്. ഞാൻ ചോദിച്ചാൽ എവിടെയാണ് കല്യാണം എൻ്റെ വൈഫ് US-ലാണ്, നേഴ്സാണ് എന്ന് പറഞ്ഞു. ഓക്കെ, സന്തോഷം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കല്യാണത്തിന് എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ പുള്ളിക്കൊരു ഫോൺ വിളിച്ചിട്ട് എനിക്കന്ന് വരാൻ പറ്റാത്തൊരു സാഹചര്യമാണെന്ന് പറഞ്ഞു. അതിനുശേഷം പുള്ളി ഒരാഴ്ച കഴിഞ്ഞപ്പം തിരികെ വന്നിട്ട് പറഞ്ഞു, എൻ്റെ വൈഫിൻ്റെ കുറച്ച് ക്യാഷ് ഉണ്ട്, എന്തെങ്കിലും ഷെയർ മേടിച്ചിട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല, എല്ലാ വർഷവും ഞാൻ വരും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എന്നിട്ട് നോക്കാമെന്നൊക്കെ പറഞ്ഞു. നമ്മളൊരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കി തരണം, സാറൊരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു. ഞാനൊരു 5 ലക്ഷം രൂപ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തു. പിന്നെ പുള്ളി പോയി. പിന്നെ പുള്ളിയെ 15 വർഷത്തേക്ക് ഞാൻ കണ്ടിട്ടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പുള്ളി ഇടയ്ക്ക് 1-2 തവണ ഇവിടെ വന്നപ്പോഴും പുള്ളിക്ക് US-ൽ നിന്ന് വന്ന സമയത്ത് ഫാമിലി കമ്മിറ്റ്മെൻറ്റും ഒക്കെ ആയിട്ട് പുള്ളിക്ക് എന്തോ നമ്മളെ മീറ്റ് ചെയ്യാനും പറ്റിയില്ല. പുള്ളി 15 വർഷത്തിന് ശേഷം ഒരു ദിവസം അൺഎക്സ്പെക്റ്റഡായിട്ട് ഇദ്ദേഹം എൻ്റെ ഓഫീസിൽ വരുന്നത് 2010 ആ സമയത്ത് ഇദ്ദേഹം വന്ന് എന്നോട് പറഞ്ഞു, എൻ്റെ കയ്യിൽ ഫിസിക്കലായിട്ട് കുറേ ഷെയർസ് സാറൊന്ന് മേടിച്ചെന്ന് നോക്കാം, ഞാനൊരു പെട്ടിക്കകത്തോടെ വെച്ചിട്ട് പോയി, എനിക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റില്ല സാറേ. ഞാൻ US-ൽ ചെന്ന് എനിക്ക് അവിടെ നല്ലൊരു IT കമ്പനി ജോലി കിട്ടി, ഭാര്യ നേഴ്സായതുകൊണ്ട് ഭാര്യയ്ക്കും നല്ല ജോലി, ഞങ്ങൾക്ക് വലിയ കുഴപ്പമില്ല, ഞങ്ങൾ അവിടെ വീടൊക്കെ മേടിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുറച്ച് ലോണൊക്കെ ഉണ്ട്, എന്നാലും ഞങ്ങൾ അവിടെ വീടൊക്കെ മേടിച്ചു, നല്ല സൗകര്യമായി എന്നൊക്കെ പറഞ്ഞ് കാഷ്വലായിട്ടൊക്കെ സംസാരിച്ച കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, അന്ന് നമ്മൾ കുറച്ച് ഷെയറൊക്കെ ഇൻവെസ്റ്റ് ചെയ്തില്ല, അതെന്തൊന്നും ചെയ്യാം. അത് അന്ന് ഫിസിക്കലായിട്ടാണ് ഷെയർ സർട്ടിഫിക്കറ്റ്സ് ഇത് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ സാർ ഞാൻ ഒരു 5 ലക്ഷം രൂപ മുടക്കിയതാണ്, അത് ഞാനത് നോക്കിയിട്ടേ ഇല്ല. ഞാൻ അതിനകത്ത് നല്ല ഷെയറൊക്കെ ഉണ്ടായിരുന്നല്ലോ, കുറച്ച് നല്ല ഷെയർ, നമ്മളൊരു നല്ല പോർട്ട്ഫോളിയോ അല്ലേ അന്ന് ചെയ്തത്. എനിക്കും കൃത്യമായിട്ടൊന്ന് ഓർത്തെടുക്കാൻ പറ്റില്ല പുള്ളി എന്താ ചെയ്തതെന്നുള്ളത്. അദ്ദേഹം ഞാൻ സാധനമെല്ലാം കവറൊക്കെ അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്. ആ കവറൊക്കെ എടുത്ത് ഇതെല്ലാം ഡീമാറ്റ് ചെയ്യണം. നമ്മൾ നോക്കിയപ്പോൾ ഉണ്ടല്ലോ, ആ സ്റ്റോക്കിൻ്റെ വാല്യൂ 8 കോടി രൂപയാണ് പുള്ളിയുടെ. 8 കോടി. പുള്ളിയുടെ ഇൻഫോസിസ് ഒക്കെ പുള്ളി ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത്. അദ്ദേഹം തന്നെ 15 വർഷം കൊണ്ട് അദ്ദേഹം തന്നെ 5 ലക്ഷം രൂപ, വെറും 5 ലക്ഷം രൂപ
അറൗണ്ട് 7.9 crores ആയിട്ട് വാല്യൂ ആയിട്ട് മാറി. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നത് വലിയ സന്തോഷമായിപ്പോയി. പുള്ളി പറഞ്ഞു ഞാൻ അമേരിക്ക പോയി പുതിയ വീട് മേടിക്കുന്നത്. ഇത് ആക്സിഡൻ്റലായിട്ട് സംഭവിക്കുന്നതാണ്. പക്ഷേ ഇതല്ലാതെ തന്നെ നമുക്ക് നിരവധി ഇൻവെസ്റ്റേഴ്സ് വളരെ ഡിസിപ്ലിൻഡായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് വളരെ നല്ല രീതിയിൽ ഒരു ഇതിൻ്റെ ഒരു ബ്യൂട്ടി എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സ്റ്റേജ് കഴിയുമ്പം ഒരു 5% നിങ്ങൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് കോമ്പൗണ്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം 6 to 7 years കഴിയുമ്പോഴത്തേക്ക് ഡബിൾ ചെയ്യും മണി. അതായത് 5 lakh 10 lakh ആയി, പിന്നെ അടുത്ത 7 years 10 lakh 20 lakh ആയി, അങ്ങനെ ഡബിൾ ചെയ്ത് പോകാം. 7% റിട്ടേൺ കിട്ടുന്നത്. പക്ഷേ ഒരു 15% റിട്ടേൺ കിട്ടുന്ന അസറ്റാണേ ഉണ്ടല്ലോ, ഇതിൻ്റെ കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഈ 5% അല്ല 7% കിട്ടുന്ന 15%, ഓരോ പെർസെൻറ്റ് നിങ്ങളുടെ റിട്ടേൺ കൂടുന്നതിനനുസരിച്ച് കോമ്പൗണ്ടിങ് ലാസ്റ്റ് വരുന്ന ഫിഗർ ലോങ്ങർ ടൈം ഫ്രെയിമിൽ, അതായത് 25 years 30 years കഴിയുമ്പം ഇതിൻ്റെ എൻഡ് ഫിഗർ എന്ന് പറഞ്ഞാൽ ഇമാജിൻ ചെയ്യാൻ മേല. ഇപ്പോൾ SIP എന്ന് പറഞ്ഞാൽ വളരെ പോപ്പുലറായിട്ടൊരു പ്രൊഡക്റ്റാണ്. SIP തന്നെ നമ്മൾ കറക്റ്റായിട്ട് 30 വർഷമൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് പോകുന്നവർക്ക്, ചെറിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് കോടികളാണ് ലാസ്റ്റ് വരുന്നത്. ഉദാഹരണത്തിന് 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ഇപ്പോൾ തുടങ്ങി ഇൻവെസ്റ്റ് ചെയ്ത് പോകുന്ന ഒരാൾ, ഓക്കെ, സാറിൻ്റെ ഒരു ഇമാജിനറി ഫിഗർ പറഞ്ഞാൽ മതി. അതായത് ഇപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് നമ്മുടെ അടുത്ത് കാൽക്കുലേറ്റ് ഇപ്പോൾ നമ്മൾ SIP ഇപ്പോൾ നമുക്ക് ഗൂഗിൾ അടിച്ച് നോക്കിയാൽ കിട്ടുമല്ലോ, എല്ലാവർക്കും കിട്ടുമല്ലോ. 10,000 രൂപ എന്ന് പറഞ്ഞാൽ ഒരു വർഷം നമ്മൾ എത്ര ഇടാൻ പോകുന്നത്? 1,20,000 രൂപ. 10 വർഷം കൊണ്ട് 12 ലക്ഷം രൂപ, 20 വർഷം കൊണ്ട് 24 ലക്ഷം രൂപ, 30 വർഷം കൊണ്ട് 36 ലക്ഷം രൂപ. ഇതാണല്ലോ നമ്മുടെ കണക്ക്. ഇതിൻ്റെ ബ്യൂട്ടി എന്നാണെന്ന് ചോദിച്ചാൽ, 10 വർഷം കഴിഞ്ഞ് നോക്കുമ്പം ഇത് വലിയ റിട്ടേൺസ് ഉണ്ടായി കാണത്തില്ല. നമ്മൾ 2 കാര്യങ്ങൾ അതിനകത്തുള്ള, ഒന്ന് പീരീഡും, 2 ഇതിൻ്റെ റേറ്റ് ഓഫ് റിട്ടേണും. റേറ്റ് ഓഫ് റിട്ടേൺ ഒരു 15% വരുന്ന ഈ SIP എന്തിൽ വേണേൽ ചെയ്യാം. നമുക്ക് ഗോൾഡിൽ വേണേൽ ചെയ്യാം, ഷെയർസിൽ വേണേൽ ചെയ്യാം, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ചെയ്യാം, എന്തിൽ വേണേൽ ചെയ്യാം. ഒരു അസറ്റിൽ ചെയ്യണമെന്നുള്ളൂ, അസറ്റ് റിട്ടേൺ തരുന്നതായിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അസ്യൂമിങ് ദാറ്റ് വി ആർ ഗോയിങ് ടു പുട്ട് ദ മണി ഇൻ ടു മ്യൂച്വൽ ഫണ്ട്സ്. 10 വർഷം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് 15% റിട്ടേൺ ആണ് കിട്ടിയെന്നുണ്ടെങ്കിൽ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് 10 വർഷം കൊണ്ട് 12 ലക്ഷം രൂപയാണ്. പക്ഷേ ഇത് ഒറ്റയടിക്കല്ല, സ്റ്റാഗേർഡ് മാനറിലാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. ഓരോ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് പോകും. അപ്പോൾ ഒറ്റയടിക്കാനെ കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമുണ്ട്. 7 വർഷം കൊണ്ട് ഡബിൾ ആവും മുമ്പേ പറഞ്ഞ പോലെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ 12 ലക്ഷം രൂപ 10 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 20 22 ഒക്കെ ആയിട്ടുണ്ടാകത്തുള്ളൂ കാര്യം അപ്പം നോക്കുമ്പോൾ. പക്ഷേ അടുത്ത 10 വർഷം കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും നിങ്ങൾ ചിന്തിക്കുന്നത് 44 45 ലക്ഷം ആകാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി 24 ഇൻവെസ്റ്റ് ചെയ്തു, അല്ലെ അത് 50 ആകാവുള്ളൂ നിങ്ങൾ ചിന്തിക്കും. അവിടെയാണ് നമ്മുടെ കാൽക്കുലേഷൻ തെറ്റുന്നത്. അടുത്ത 10 വർഷത്തിൽ ഈ കോമ്പൗണ്ട്, ഈ ഇൻവെസ്റ്റ് ചെയ്ത് റിട്ടേൺ, അതിന് കിട്ടിയ റിട്ടേണൂടെ കോമ്പൗണ്ട് ചെയ്താൽ പിന്നെയും വരുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ ഫിഗർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 80 ലക്ഷം 1 കോടിയൊക്കെ ആയി കാണും. അടുത്ത 10 വർഷം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ 36 lakhs ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ 30 വർഷമായി നോക്കണം SIP റൺ ചെയ്യുന്നത്. നിങ്ങളുടെ ഫിഗർ എന്ന് പറഞ്ഞാൽ ക്രോഡ്സിലായിരിക്കും. ഞാനത് യുഎസ് ഒന്ന് എക്സ്പെരിമെൻ്റലായിട്ട് നോക്കാൻ പറഞ്ഞാൽ, അത് നിങ്ങൾക്കൊരു SIP കാൽക്കുലേറ്റർ ഇട്ട് വേണമെങ്കിൽ നമുക്ക് നോക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല. ഇനിയുള്ള ക്വസ്റ്റ്യൻ, ഈ 15% പകരം 20% ആണ് റിട്ടേൺ കിട്ടുന്നതെന്നിരിക്കട്ടെ. ആ 5% എക്സ്ട്രാ റിട്ടേൺ കിട്ടുന്നതാണെങ്കിൽ അത് വലിയൊരു ഫിഗറായിരിക്കും. ഞാൻ ഈ മുമ്പേ പറഞ്ഞ പോലത്തെ ഒരു ഫിഗറായിട്ട് മാറും. അപ്പോൾ ഇതേപോലെ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി SIPയിലും ഉണ്ട്, ലംസോ ഇൻവെസ്റ്റ്മെൻറ്റ്സിലും ഉണ്ട്. സാറിൻ്റെ അനുഭവത്തിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ട് തന്നെ ഏറ്റവും കൂടുതൽ റിട്ടേൺ കിട്ടിയേക്കണ ഒരു മ്യൂച്വൽ ഫണ്ട് ഉണ്ടാവുമല്ലോ, ഒരു ഏകദേശം ഉണ്ടാവുമല്ലോ. ഇപ്പോൾ പറയുമ്പോൾ ഇപ്പോൾ പലപ്പോഴും ഈ DBFSലൊക്കെ ഞാൻ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് എല്ലാം തന്നെ 15% അല്ലെങ്കിൽ 15-20% ആണ് ആവറേജ് റിട്ടേൺ. പക്ഷേ ചില ആളുകളോട് എനിക്ക് സംസാരിക്കുമ്പോൾ അത് വലിയ ഫിഗറൊക്കെ പറയുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ സെലക്റ്റീവായിട്ടുള്ള പിക്കിങ്, നമ്മളിപ്പോൾ ബുഫേ കഴിക്കാൻ പോകുമ്പോൾ ആളുകൾ പറയത്തില്ല, ചില അത് ഓരോ ആ ഡിഷ് നല്ലതാണ് എന്നും പറഞ്ഞാൽ ആ ഒരു ഡിഷ് മാത്രമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞ പോലത്തെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ ചില പീരീഡിൽ ചില തീമാറ്റിക് ഫണ്ടുകൾക്കൊക്കെ 40-50% ഒക്കെ റിട്ടേൺസ് വരുന്ന ഫണ്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ അത് തന്നെയായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് അറിയാൻ പറ്റും ഏത് തീമാണ് റൺ ചെയ്യുന്നത്. ഇപ്പോൾ IT കമ്പനികൾ ചില പീരീഡ് റൺ ചെയ്യും. ചിലപ്പം ഈ ഡിഫൻസ് സ്റ്റോക്കുകളിൽ കഴിഞ്ഞ 2 വർഷം മുമ്പ് പെട്ടെന്ന് കയറി, അപ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളിൽ കയറി. തീമാറ്റിക് ഫണ്ട്സിന് അതിൻ്റെ റിസ്ക്കും ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഈ 15-20% എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഒരു ഡേറ്റ എടുത്ത് നോക്കിയാൽ ഇപ്പോൾ 4500-ഓളം മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുണ്ട് ഇന്ത്യയിൽ. 50-ന് മേളിൽ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളുടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ്, അത് പല സ്കീമുകളും ഇൻഡെക്സ് ബേസ്ഡായിട്ട് ഇൻഡെക്സുമായിട്ട് ബെഞ്ച് മാർക്ക് ചെയ്ത സ്കീമുകളൊക്കെ ഉണ്ട്, ETF-കളും ഉണ്ട്. അപ്പോൾ ഇൻഡെക്സുകൾ ആവറേജ് മൂവ് ചെയ്തേക്കുന്നത് കഴിഞ്ഞ 20 വർഷം 14% 15% നിഫ്റ്റി സെൻസെക്സും ഗ്രോ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇൻഡെക്സിനെ ബെഞ്ച് മാർക്ക് ചെയ്തേക്കുക, ഇൻഡെക്സിനെ ബീറ്റ് ചെയ്യുന്ന റിട്ടേൺസ് അവർ തരിക എന്ന് പറഞ്ഞാൽ ഈ മ്യൂച്വൽ ഫണ്ടുകൾക്ക് പലതിനും 15-16% ആയിരിക്കും. അപ്പോൾ ഈ 4500 ഫണ്ടുകളിൽ ചില ഫണ്ടുകളൊക്കെ അണ്ടർ പെർഫോം ചെയ്യും. ചിലപ്പോൾ 2%, 3% റിട്ടേൺസേ കൊടുക്കത്തുള്ളൂ. ചില ഫണ്ടുകളൊക്കെ 30-40% റിട്ടേൺസ് കൊടുക്കും. പക്ഷേ നമ്മൾ മൊത്തത്തിലുള്ള ലാർജ് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഫണ്ടുകൾ,
എല്ലാം തന്നെ ആവറേജ് 15-20% റിട്ടേൺ. ചില വർഷങ്ങളിൽ കിട്ടും, പക്ഷേ നമ്മളൊരു 5 ഇയർ 10 ഇയർ റിട്ടേൺ എടുത്ത് നോക്കുമ്പം ചില വർഷം 25%, 30% കൊടുക്കുന്ന ഫണ്ട് അടുത്ത വർഷം 10% കൊടുക്കത്തുള്ളൂ. ആവറേജ് 20 നോർമലി മ്യൂച്വൽ ഫണ്ടുകളുടെ 15-20% റേഞ്ചിൽ തന്നെയാണ് പെർഫോമൻസുകളെല്ലാം വന്നേക്കുന്നത് ലോങ്ങർ പീരീഡിൽ. ബ്രോക്കറേജ് കമ്പനി വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ ഒരു മ്യൂച്വൽ ഫണ്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ അത് നമുക്ക് സെൽ ഓഫ് ചെയ്യാം, അതിൻ്റെ കുറച്ച് കഴിയുമ്പോൾ താഴാൻ സാധ്യതയുണ്ട്, അപ്പോൾ നമുക്ക് വാങ്ങാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യം മ്യൂച്വൽ ഫണ്ട് കേസിൽ ഞാൻ പറഞ്ഞ ഷെയറിൽ നമ്മളങ്ങനെ ചെയ്യാറുണ്ട്. മ്യൂച്വൽ ഫണ്ട് കേസിൽ ഇതൊക്കെ മ്യൂച്വൽ ഫണ്ടിലും ഇടയ്ക്ക് റീബാലൻസിങ് ചെയ്യണം. പോർട്ട്ഫോളിയോ റീബാലൻസിങ് എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടുകളുടെ കാര്യത്തിൽ ചിലപ്പോൾ അവർ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ഫണ്ട് മാനേജറെ ഡിപ്പെൻഡൻ്റ് ആണ്. ഫണ്ട് മാനേജറുടെ സ്ട്രാറ്റജി ചിലപ്പോൾ ഉദ്ദേശിച്ച പോലെ വിജയിച്ചെന്ന് വരത്തില്ല. ചിലപ്പോൾ അവർ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന അണ്ടർലൈങ് സ്റ്റോക്കുകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്നിരിക്കാം. അവർ വലിയ ലാർജ് മ്യൂച്വൽ ഫണ്ടുകൾ എപ്പോഴും ഒരു ലാർജ് വോളിയത്തിൽ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഒരിക്കൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു ഞാൻ ആ മ്യൂച്വൽ ഫണ്ടിലെ മരിക്കുന്നിടം വരെ നിൽക്കത്തുള്ളൂ എന്ന് പറയുന്നതിനകത്ത് ഒരു കാര്യവുമില്ല. ഒരു 6 months 1 year നമുക്കൊന്ന് നോക്കാം. നമുക്കിപ്പോൾ നമ്മുടെ ചില ഫണ്ടുകൾ ഒരു ഫണ്ടിൽ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യില്ലെന്ന് പറയുന്ന പോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിലാണെങ്കിലും ഒരു ഡൈവേഴ്സിഫൈ ചെയ്യണം. ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ ബേസിക് പോളിസിയാണ്. അപ്പോൾ നമ്മളൊരു 6-7 മ്യൂച്വൽ ഫണ്ടുകളിലായിട്ട് നമ്മുടെ പോർട്ട്ഫോളിയോ വെക്കാവുള്ളൂ. അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും 1-2 മ്യൂച്വൽ ഫണ്ടുകൾ അണ്ടർ പെർഫോം ചെയ്യുന്നുണ്ട്, ഉദ്ദേശിച്ച പോലെ ഫണ്ട് മാനേജർ വർക്കാവുന്നില്ല, അതിൽ പെർഫോമൻസ് റിപ്പോർട്ടുകളൊന്നും സാറ്റിസ്ഫാക്ടറി അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് അതിനകത്ത് കടിച്ചു തൂങ്ങി നിൽക്കുന്നത്? അതിൽ നിന്ന് നമുക്ക് റീബാലൻസ് ചെയ്ത് വേറെ എന്തെങ്കിലും നല്ല മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് മാറുന്നതുകൊണ്ട് യാതൊരു തെറ്റില്ല. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഓവറോൾ പോർട്ട്ഫോളിയോയുടെ ഒരു പെർഫോമൻസ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് സ്റ്റോക്ക് മാർക്കറ്റിൽ അത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഇൻഡസ്ട്രിയും ബിസിനസ്സും എല്ലാം സിക്ലിക്കൽ അറിയാമല്ലോ. ലോകത്തുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു സൈക്കിളുണ്ട്. ചില സമയത്ത് ചില ഇൻഡസ്ട്രി വളരെ നന്നായിട്ട് വരും, ചില കമ്പനികൾ നന്നായിട്ട് വരും, മനസ്സിലായില്ലേ? അത് ചില സമയത്ത് മോശമാകും. ഇതുപോലെ മ്യൂച്വൽ ഫണ്ടുകളിലും എല്ലാം ഈ സിക്ലിക്കാലിറ്റിയിൽ എല്ലാ കാര്യത്തിലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ സൈക്കിളിനനുസരിച്ച് ചെറിയ രീതിയിലുള്ള റൊട്ടേഷൻസൊക്കെ സ്റ്റോക്കിലാണേലും മ്യൂച്വൽ ഫണ്ടിലാണെങ്കിലും നടത്തുന്നതുകൊണ്ട് തെറ്റില്ല. ആക്റ്റീവ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ചില ആളുകൾ വളരെ ഡേ ബൈ ഡേ ബേസിസിൽ ഇത് ട്രാക്ക് ചെയ്ത് കയറി അത് വിറ്റ് വേറെ മേടിച്ചു എന്നൊക്കെ പറഞ്ഞൊക്കെ ചെയ്യും. സ്റ്റോക്കിൽ ചെയ്യും, മ്യൂച്വൽ ഫണ്ടിലൊക്കെ ചെയ്യാതെ. മ്യൂച്വൽ ഫണ്ടിൽ അത്ര ആക്റ്റീവായിട്ടുള്ള ഒരു ചേണിങ് എന്നുള്ള പോസിബിലിറ്റി കുറവാണ്. പല ആൾക്കാരും. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഖത്തറിലുണ്ട്. പുള്ളിക്കാരൻ ഇതുപോലെ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ മറ്റ് ഇൻഷുറൻസ് പോലും ഓൺലൈനിൽ എടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഷെയറൊക്കെ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ സിറോദ പോലുള്ള കമ്പനികൾ അപ്പോൾ എന്താ കാര്യത്തിനെങ്കിൽ കമ്മീഷൻ കുറവാണല്ലോ. അപ്പോൾ എന്താണ് ഇപ്പോൾ ഈ നമ്മളിപ്പോൾ മറ്റ് കമ്പനികൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ബ്രോക്കറേജ് കൂടുതലാണ്. അപ്പോൾ മറ്റുള്ള ഈ കുറച്ചെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യിപ്പിക്കുന്നുണ്ടല്ലോ. ശരിക്കും ഒരു ആസ് എ ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിൽ ഇപ്പോൾ സാർ ഇപ്പോൾ ഒരു ബ്രോക്കറേജ് കമ്പനി നടത്തുന്ന ഒരാളാണ്. സാറിൻ്റെ ഒപ്പീനിയനിൽ എന്താണ് ആ ഒരു വ്യത്യാസം? പുതിയ ജനറേഷനിലുള്ള ആളുകൾക്കൊക്കെ എല്ലാ കാര്യങ്ങളും തന്നെ അവർക്ക് ഓൺലൈൻ ചെയ്യാനാണ് കൂടുതൽ താല്പര്യം. അവരിപ്പോൾ എന്ത് കാര്യം ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമല്ല, അവർ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങാനോ അല്ലെങ്കിൽ ഗ്രോസറി വാങ്ങാൻ പോലും അവരിപ്പോൾ എല്ലാവരും ക്യുക്കോമേഴ്സ് ഓൺലൈനിലേക്ക് പോയി അവരതിനോട് യൂസ്ഡാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും തന്നെ ഈ ഡിജിറ്റൽ ഫോൺസും എല്ലാം അവൈലബിളാണ്, എല്ലാ പ്രൊഡക്റ്റും അതിനകത്ത് അവൈലബിളാണ്. ആ ഈക്കോസിസ്റ്റം കറക്റ്റായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഓൺലൈനിലേക്ക് മാറി ചെയ്യാമെന്നുള്ളൊരു ട്രെൻഡുണ്ട്. ഇപ്പോൾ താങ്കൾ ചോദിച്ചൊരു ക്വസ്റ്റ്യനകത്ത് അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഓൺലൈനായിട്ട് സ്റ്റോക്ക് വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്തു. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, നല്ലതാണ്. ഇപ്പം ഞങ്ങൾ ബ്രോക്കറേജ് ഹൗസ് നടത്തുന്നപ്പോൾ DBOs ഉൾപ്പെടെ എല്ലാ ബ്രോക്കേഴ്സിനും തന്നെ ഓൺലൈനും ഓഫ്ലൈനും കേപ്പബിലിറ്റീസ് ഉണ്ട്. ഞങ്ങളൊരു ഓഫ്ലൈൻ ബ്രോക്കറായിട്ട് തുടങ്ങിയതാണെങ്കിലും ഒരു ട്രഡീഷണൽ ലെവലിൽ ബ്രാഞ്ച് നെറ്റ്വർക്കും ഒക്കെ ഉണ്ടെങ്കിലും അതുപോലെ തന്നെ ഞങ്ങൾ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഓഫർ ചെയ്യുന്നുണ്ട്. അതേ റേറ്റിൽ തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഓഫർ ചെയ്യുന്ന അതേ റേറ്റിൽ തന്നെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ റേറ്റിലൊന്നും വലിയ ഇഷ്യൂ ഒന്നുമില്ല. പിന്നെ ഈ ഓൺലൈൻ റേറ്റുകളും അതുപോലെ തന്നെ ട്രഡീഷണൽ ബ്രോക്കേഴ്സ് ബ്രാഞ്ച് വെച്ചൊക്കെ സർവീസ് ചെയ്യുമ്പോൾ അവർക്ക് കോസ്റ്റ് ഇച്ചിരി കൂടുതലായതുകൊണ്ട് കുറച്ച് റേറ്റ് കൂടുതലാണ് അതിനകത്ത്. അത് തീർച്ചയായിട്ടും അതിനകത്ത് 2 തരത്തിലുള്ള കസ്റ്റമർ ഡിപ്പെൻഡൻ്റ് ആണിത്. ചില ആളുകൾ വിചാരിക്കുന്നത്, ചില ആളുകൾക്ക് അവർ സ്റ്റോക്കൊക്കെ മേടിക്കാൻ ആരുടെ അഡ്വൈസ് വേണ്ട, അവർ തന്നെ സ്റ്റഡീഡാണ്, അവർക്ക് തന്നെ വേറെ ആരും അഡ്വൈസ് ചെയ്യുന്ന ഇഷ്ടമല്ല. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഓൺലൈനാണ് ബെറ്റർ. അവർക്ക് അല്ല റേറ്റിൻ്റെ ആംഗിളല്ല, റേറ്റ് ഡിഫറൻസ് ഒന്നും ഇത് തമ്മിൽ അത്ര വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. ഇപ്പോൾ ശരിക്കും വന്ന് രണ്ടിലും ഏതാണ്ട് റേറ്റ്സൊക്കെ കൺവേർജ് ചെയ്തു. പക്ഷേ ബേസിക്കലി ഇത് ഒരു അഡ്വൈസും വേണ്ട, ഓൺലൈനായിട്ട് കയറി ചെയ്യുക, എനിക്ക് സൗകര്യമുള്ളപ്പോൾ ചെയ്യാമല്ലോ എന്നുള്ളതാണ് അവരുടെ ഒരു ബേസിക്കായിട്ടുള്ള കൺസെപ്റ്റ്. പിന്നെ അവരുടെ ഒരു ഈഗോ ഉണ്ടല്ലോ, അതായത് ഞാൻ തന്നെ ചെയ്ത് എൻ്റെ ബിസിനസ് എൻ്റെ കാശ് ഞാൻ തന്നെ ചെയ്താലാണ് ഏറ്റവും നന്നായിട്ട് ഇത് വർക്കാകുക എന്നുള്ളത്. അതേസമയം യഥാർത്ഥത്തിൽ ഇത് ഒരു അഡ്വൈസറെ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഒന്ന്, ഈ അഡ്വൈസ് ചെയ്യുന്ന ആൾക്ക് കുറച്ചും കൂടെ മാർക്കറ്റിനെ പറ്റിയുള്ള നോളജ് ഉണ്ടാവും. 2, സ്വന്തം മണി നമ്മൾ തന്നെയാണ് ചെയ്തത്, നമ്മൾ ഇമോഷണലി ഡ്രിവൺ ആയിരിക്കും. അപ്പോൾ അതാണ് അതിനകത്ത് ബിഗസ്റ്റ് മിസ്റ്റേക്ക്. നമ്മൾക്ക് ഒരു മനുഷ്യൻ അയാൾ എന്താണെങ്കിലും കാശ് കിട്ടുമ്പോൾ അയാൾ ഓവർ ജോയിഡ് ആകും, പിന്നെ കൂടുതൽ വലിച്ചു വാരി ചെയ്യും, അപ്പോൾ ഉള്ള കാശൂടെ പോകും. കാശ് പോകുമ്പോഴത്തേക്ക് അയാളെ പാനിക്കാവും, അയാൾക്ക് ടെൻഷനാകും. അങ്ങനെ
ഈ ഇമോഷൻസ് കൊണ്ട് തന്നെ ഇയാൾക്ക് തെറ്റായിട്ടുള്ള ട്രേഡുകളിലേക്കും ഇൻവെസ്റ്റ്മെൻറ്റിലേക്കും പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഒരു പ്രൊഫഷനായിട്ടൊരു അഡ്വൈസറായിട്ട് എടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഈ ഇമോഷനൊന്നും ബാധകമല്ല. കാര്യം അയാളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അതിലെ അയാളുടെ കസ്റ്റമേഴ്സ് മെച്ചം ഉണ്ടാക്കിയാൽ മാത്രമേ അയാൾക്ക് ബിസിനസ് കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ ലോകത്തൊക്കെ ഉള്ള വലിയ ഹൈ പ്രൊഫൈലായിട്ടുള്ള ആളുകൾ, ആക്ടേഴ്സ്, ഡോക്ടേഴ്സ്, അങ്ങനെയൊക്കെ വലിയ അവരെല്ലാം ഒരു അഡ്വൈസറി മോഡലിൽ ഏതെങ്കിലും ഒരു അഡ്വൈസറുമായിട്ട് ബന്ധപ്പെട്ട് അവരുമായിട്ട് ഉള്ള രീതിയിലാണ്. ഞാൻ തന്നെ വളരെയേറെ ഫണ്ടുകൾ മാനേജ് ചെയ്യുന്നുണ്ട്. എൻ്റെ കമ്പനി തന്നെ ഒരു ഞങ്ങൾക്കൊരു അറൗണ്ട് ഒരു 100+ അഡ്വൈസേഴ്സ് ഉണ്ട്. നമ്മളെല്ലാ കാറ്റഗറിയിലും ഈവൻ ഒരു 10 ലക്ഷം രൂപ തൊട്ട് മുകളിലേക്കുള്ള പോർട്ട്ഫോളിയോ ഹോൾഡ് ചെയ്യുന്ന എല്ലാവർക്കും ഈ അഡ്വൈസറി സർവീസസും അതുപോലെ തന്നെ അവർക്ക് വേണ്ട ട്രേഡ് എക്സിക്യൂഷൻ സർവീസസും എല്ലാം കൊടുക്കുന്നുണ്ട്. അത് കൊടുക്കുമ്പോൾ വലിയൊരു ഫീ ഒന്നും മേടിക്കുന്നൊന്നും വിചാരിക്കേണ്ട. ഓൺലൈനേക്കാളും കുറച്ചുകൂടെ കൂടിയൊരു ഫീ ആയിരിക്കും. പക്ഷേ അത് ഒരു വളരെ നെഗ്ലിജിബിളാണ് അവരെ സംബന്ധിച്ച്. പക്ഷേ അവർക്ക് കിട്ടുന്ന അഡീഷണൽ സർവീസസ് വലുതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈഗോ മാറ്റി വെച്ചിട്ട് ഒരു ഫുൾ സർവീസ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ബ്രോക്കേഴ്സുമായിട്ട് ഡീൽ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. പിന്നെ ഈ ഓൺലൈനായിട്ട് വന്നേക്കുന്ന പല പ്ലെയേഴ്സും ന്യൂ ജനറേഷൻ പ്ലെയേഴ്സാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ മാർക്കറ്റുകളെ ഡിസ്റപ്റ്റ് ചെയ്ത് ബിസിനസ് പിടിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു സ്ട്രാറ്റജി. പക്ഷേ അവർ പല ആളുകളും നമ്മൾ കണ്ടിട്ടുണ്ട് ആദ്യത്തെ 2, 3, 4 വർഷമൊക്കെ ലോസ് ഉണ്ടായാലും കുഴപ്പമില്ല, 0 റേറ്റിലൊക്കെ സെല്ല് ചെയ്യുന്ന ആളുകളൊക്കെയാണ്. പക്ഷേ അത് ലോങ് റണ്ണിൽ ഇൻഡസ്ട്രിക്കും ഗുണകരമാകത്തില്ല, കസ്റ്റമർക്കും ഗുണകരമാകത്തില്ല. കാര്യം കസ്റ്റമർക്ക് കണ്ടിന്യൂ ചെയ്ത് സർവീസ് കിട്ടണം. ഈ ഓൺലൈനിൽ ഞാൻ ഓൺലൈനിനെ മോശമായിട്ടല്ല പറയുന്നത്. പലരുടെയും ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഒരു ടെക്നിക്കൽ ട്രബിൾ ഉണ്ടായി, ഓൺലൈൻ ഡൗൺ ആയി അല്ലെങ്കിൽ സിസ്റ്റം ഡൗൺ ആയി, പിന്നെ അവർ ഓരോ രീതിയിലും അക്സസബിൾ അല്ല. നമുക്കൊന്ന് ഫോൺ വിളിച്ചാൽ പോലും ഇവരെ കിട്ടത്തില്ല, തിരിച്ചൊരു കോൾ ബാക്ക് കിട്ടത്തില്ല. അങ്ങനെ ഇത് വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു ഏരിയ ആണല്ലോ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ. ചിലപ്പോൾ ഒരു 10-20 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കയറ്റിറക്കങ്ങളുണ്ടായി ആളുകൾക്ക് ലാഭനഷ്ടമൊക്കെ ഉണ്ടാകാം. അപ്പോൾ അങ്ങനത്തെ പല ഘടകങ്ങൾ പരിശോധിച്ചിട്ട് ഞാൻ പറയുന്നത് ഓഫ്ലൈൻ ബ്രോക്കേഴ്സിൻ്റെ അടുത്ത്, ട്രഡീഷണൽ സെറ്റപ്പ് ഉള്ളവരുടെ അടുത്ത് ഡീൽ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ബട്ട് അവരുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോം എടുത്തിട്ട് ചെയ്യുക. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അവർക്ക് അവരുടെ ഓഫ്ലൈൻ ഓഫീസുകൾ സ്റ്റാഫും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടും നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് കുറച്ചുകൂടെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ചിലപ്പോൾ വേണേൽ കുറച്ചൊരു ഹയർ എമൗണ്ട് ബ്രോക്കറേജ് റേറ്റായിട്ട് ബ്രോക്കറേജ് ചാർജായിട്ട് കൊടുക്കേണ്ടി വരുമെന്നുള്ളൂ. പക്ഷേ ഇത് തമ്മിൽ ഒരു കാര്യം ഉറപ്പാണ്, ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഈ ഓൺലൈൻ ബ്രോക്കേഴ്സ് വന്നപ്പോൾ പൊതുവേ ഇൻഡസ്ട്രിയിൽ ബ്രോക്കറേജ് റേറ്റ് ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് ഘടകമല്ല. അത് വളരെ നോമിനലായിട്ട് ഇപ്പോൾ താഴ്ന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ടല്ല ഒരാൾ സക്സസ്ഫുൾ ആകുന്നത്, ട്രേഡർ സക്സസ്ഫുൾ ആകുന്നത് അല്ലെ ഇൻവെസ്റ്റർ സക്സസ്ഫുൾ ആകുന്നത് അയാളുടെ സ്ട്രാറ്റജി കറക്റ്റ് ആണെങ്കിലാണ്. അല്ലാതെ ബ്രോക്കറേജ് റേറ്റ് ഉണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ മറ്റ് ഗവൺമെൻറ് ചാർജസൊക്കെ ഉണ്ട്, ട്രാൻസാക്ഷൻ ചാർജസ് ഉണ്ട്, സെബിയുടെ ചാർജസ് ഉണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടിയാലും വളരെ ചെറിയൊരു പെർസെൻറ്റേജേ ഉള്ളൂ. ഇപ്പോൾ ഇതുവരെ ഞാൻ ചോദിച്ചത് സാറിൻ്റെ അടുത്ത് എന്താണ് ഒരു ജോലിക്കാരൻ ഇൻവെസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള സർപ്ലസ് ഉള്ള ആൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. പലപ്പോഴും എൻ്റെ പ്രൊഫഷനായിട്ട് ബന്ധപ്പെടുത്തി ഇപ്പോൾ ഞാനൊരു ഫൈനാൻഷ്യൽ കൺസൾട്ടൻ്റാണ്. ഞാൻ ഒരുപാട് ആൾക്കാർക്ക് ലോൺ എടുത്ത് കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇവർ ഈ ലോൺ എടുക്കുന്ന കൂട്ടത്തിൽ ഈ EMI അടക്കുന്ന കൂട്ടത്തിൽ അതിൻ്റെ ഒപ്പം തന്നെ ഒരു 1 ലക്ഷം EMI അടയ്ക്കുന്നവൻ ഒരു 10,000 രൂപ കൂട്ടി അടച്ചിരുന്നെങ്കിൽ കുറേ കഴിയുമ്പോൾ കൂട്ടി അടയ്ക്കാമെന്നില്ലെങ്കിൽ ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് ചേരാം അല്ലെങ്കിൽ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ പോലെയാണ്. അത് അഡ്വൈസബിളാണ് ശരിക്കും പറഞ്ഞാൽ. ഞാൻ ചോദിക്കുന്നത് ഇത് ലോൺ എടുത്ത് ചെയ്യാൻ പറ്റുമോ? ലോൺ എടുക്കണ്ട, വേണമെങ്കിൽ ലോൺ എടുത്തിട്ട് ഇപ്പോൾ ലോൺ എടുക്കുന്ന ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണല്ലോ. ഒരു ഹോം ലോൺ പണിയുക, ഒരു വീട് പണിയുക, അല്ലെങ്കിൽ ഒരു ഫാക്ടറി പണിയാന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ അത് മോർഗേജ് ലോൺ ആയിരിക്കണം. എങ്ങനെയായാലും ഞാൻ പറഞ്ഞത് ചിലപ്പോൾ ഒരു പക്ഷേ ഇങ്ങനെ പറയാം, 10 കോടി ലോൺ എടുക്കുന്നു, അതിൻ്റെ ഒപ്പം തന്നെ അയാൾ ഒരു 50 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതൊരു റൈറ്റ് പ്രൊപ്പോർഷൻ ആയിരിക്കുമോ? ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ലോൺ എടുത്ത് ഞാൻ ഷെയർ വാങ്ങിച്ചിടുന്നത് അഡ്വൈസബിൾ ആണോ? അല്ലെങ്കിൽ ഞാൻ ഈ ലോണിൻ്റെ കൂടെ തന്നെ EMI കൂടെ തന്നെ 1 ലക്ഷം EMI കൂടെ തന്നെ ഒരു 10,000 രൂപ SIPയോ മ്യൂച്വൽ ഫണ്ടോ ചേരുന്നത്, അത് ശരിക്കും ബാലൻസ് ചെയ്ത് ഭാവിയിൽ വരുമ്പോൾ നമുക്കത് സർപ്ലസായി വരുമോ? ഞാൻ ചോദിച്ച ചോദ്യം എനിക്ക് ആ ചോദ്യം എനിക്ക് മനസ്സിലായി. ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ക്ലാരിഫിക്കേഷൻ വേണ്ടിയിട്ട് ചോദിക്കുക. അതായത് ഇപ്പോൾ ഒരാൾ ഒരു വീട് വെക്കാനായിട്ട് ഒരു 50 ലക്ഷം രൂപ ലോൺ എടുത്തു 30 വയസ്സിൽ. 50 ലക്ഷം രൂപ ലോൺ എടുത്ത സമയത്ത് അയാൾക്ക് ഒരു EMI ഒരു 50,000 രൂപ ഉണ്ടെന്ന് അങ്ങോട്ട് അസ്യൂം ചെയ്യും. അയാൾ എന്തിനാ ആ സമയത്ത് ലോൺ എടുത്തു? 50 ലക്ഷം രൂപ ഒരുമിച്ച് മുടക്കാൻ വീട് വെക്കാനായിട്ട് അയാൾക്കില്ല. പക്ഷേ അയാൾക്കൊരു 1 ലക്ഷം രൂപ ശമ്പളമുണ്ട്, 50,000 രൂപ EMI അയാൾ കമ്മിറ്റ്മെൻറ്റും ഉണ്ട്. വീട് വെച്ചാൽ പിന്നെ ലോൺ തിരിച്ചടയ്ക്കണമല്ലോ, ഇൻട്രസ്റ്റോടെ കൂട്ടി തിരിച്ചടയ്ക്കണം. അപ്പോൾ ആൾ വിചാരിക്കുന്നു 50,000 രൂപ EMIയുടെ പുറത്ത് എനിക്ക് എല്ലാ മാസവും കിട്ടുമ്പോൾ ഞാൻ ഒരു 10,000 രൂപ വെച്ച് ഒരു SIPയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ നേട്ടം? ഫസ്റ്റ് ഓഫ് ഓൾ ഇയാൾക്ക് 50 ലക്ഷം രൂപ ഒരുമിച്ച് തിരിച്ചടയ്ക്കാൻ കാശില്ല. അതുകൊണ്ടാണല്ലോ ലോൺ എടുത്ത് വീട് വെക്കുന്നത്. വീട് വെക്കേണ്ടത് നമ്മുടെ ഒരു പ്രയോറിറ്റി ആയതുകൊണ്ട് നമ്മൾ വീട് വെക്കുന്നത് തെറ്റാണെന്ന് പറയാം. അത് ഒരു അസറ്റാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്.
പക്ഷേ അസറ്റിൽ നിന്ന് ഇമ്മീഡിയറ്റ് റിട്ടേൺ ഇല്ല, നമ്മളത് യൂസ് ചെയ്യുകയാണ്. അപ്രീസിയേഷൻ ഉണ്ടാകുമായിരിക്കും, സ്വാഭാവികമായിട്ട് അപ്രീസിയേഷൻ ഉണ്ടാകുമായിരിക്കും. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ ഇൻവെസ്റ്റ് ചെയ്യാൻ നേരത്തെ എല്ലാ മാസവും നമുക്കൊരു വരുമാനം വരുന്നതുകൊണ്ടാണ് നമുക്ക് EMIക്ക് പുറത്ത് ഇൻവെസ്റ്റ് ചെയ്യാനൊരു എമൗണ്ട് ഉള്ളത്. ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന അസറ്റിന് കിട്ടുന്ന റിട്ടേൺസ്, ഒരു 15% റിട്ടേൺ കിട്ടുന്ന അസറ്റാണെങ്കിൽ തീർച്ചയായിട്ടും കറക്റ്റ് സ്ട്രാറ്റജിയാണ്. നിങ്ങൾ ഈ ലോൺ തീരുന്ന സമയത്ത് നിങ്ങളുടെ ഒരു നല്ലൊരു തുക ഇൻവെസ്റ്റ്മെൻറ്റും മിച്ചം ഉണ്ടാകും. അത് വളരെ കറക്റ്റായിട്ടുള്ളൊരു സംഗതിയാണ്. അല്ല, ഇപ്പം ഞാൻ ഇങ്ങനെ തർക്കം വരുന്ന സമയത്ത് ഇങ്ങനെ ചിന്തിക്കാം, ഞാൻ ഈ 50,000 ലോൺ അടയ്ക്കുന്നു, പ്ലസ് 10,000 രൂപ ആ ലോണിലേക്ക് കൂട്ടിയടച്ചാൽ അത്ര ഇൻട്രസ്റ്റ് കുറയില്ലേ എന്നുള്ളൊരു ചോദ്യം വരും. അല്ല, ഇൻട്രസ്റ്റ് കുറയില്ലെന്ന് വെച്ചാൽ ആ ലോണിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് നിങ്ങൾക്ക് ചിലപ്പോൾ 8, 9, 10% നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് കിട്ടുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 15-20% അത് അവിടെയാണ് വ്യത്യാസം. നിങ്ങൾക്കൊരു ഹയർ റിട്ടേൺ കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നടത്തുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പഴയ സമയം നിങ്ങൾ ലോൺ എടുത്ത് 50 ലക്ഷം രൂപ ലോൺ എടുത്തു, എന്നിട്ട് നിങ്ങൾക്ക് എക്സ്ട്രാ എമൗണ്ട് വരുന്ന ലോണിലേക്ക് അടയ്ക്കാതെ ഒരു 2% കിട്ടുന്ന വേറെ എന്തെങ്കിലും പരിപാടിയിലാണ് നിങ്ങൾ ചെയ്യുന്നതെന്നിരിക്കട്ടെ. പല ടൈപ്പ് ഓഫ് അസറ്റ്സ് ഉണ്ട്. ഇപ്പോൾ കാറുകളൊക്കെ ഡിപ്രീഷിയേറ്റിംഗ് അസറ്റാണ്, അപ്രീഷിയേറ്റ് ചെയ്യുന്ന അസറ്റും ഉണ്ട്. അപ്പോൾ ഡിപ്രീഷിയേറ്റ് ചെയ്യുന്ന അസറ്റിലൊക്കെയാണ് പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എഗെയിൻ നിങ്ങൾക്ക് പ്രശ്നമാണ്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഒരു ഹയർ റിട്ടേൺസ് തരുന്ന അസറ്റ്, പല സമയം ആവറേജ് ഫിക്സഡ്, ഈ കാശ് കൊണ്ട് ഫിക്സഡ് ഡെപ്പോസിറ്റിലാണ് ഇടുന്നത്. പിന്നെ നമുക്ക് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ബേസിക്കലി ലിക്വിഡിറ്റി എന്ന് പറഞ്ഞൊരു സാധനം വേണം. പല ആളുകൾക്കും ഈ അസറ്റ് അലോക്കേഷൻ എന്ന് പറയുന്നത് കറക്റ്റല്ല. ചില ആളുകളോട് ചോദിക്കും, നിങ്ങൾക്ക് എത്ര അസറ്റ് ഉണ്ട്? എനിക്ക് 1 കോടി രൂപയുടെ അസറ്റ് ഉണ്ട്. എന്താണത്? എനിക്കതിൽ 80 ലക്ഷം രൂപ വീട് സ്ഥലവും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. പിന്നെന്താണ്? പിന്നെ എനിക്കൊരു 10 ലക്ഷം രൂപയുടെ കാറാണ്. ശരി, സമ്മതിച്ചു. പിന്നെന്താണ്? പിന്നെ വൈഫിന് കുറച്ച് ജ്വല്ലറി അങ്ങനെയൊക്കെയാണ് എന്ന് പറയും. ആക്ച്വലി ഇവർക്ക് ലിക്വിഡിറ്റി ഇല്ല. ഇവർക്കൊരു എമർജൻസി വന്നൊരു 25 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞാൽ അവർ വീണ്ടും പോയി ലോൺ എടുക്കേണ്ട സിറ്റുവേഷനിലേക്ക് പോകും. അപ്പോൾ ആക്ച്വലി ഇതിനകത്തൊരു പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്കൊരു എമൗണ്ട് ലിക്വിഡിറ്റി ഉള്ള, ഏറ്റവും പെട്ടെന്ന് നമുക്ക് ക്യാഷ് ആക്കാവുന്ന അസറ്റിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പം ബെറ്റർ റിട്ടേൺസ് തരുന്ന, എളുപ്പത്തിൽ കാശാക്കാവുന്ന അസറ്റ് എന്ന് പറയുന്നത് ഷെയർസും മ്യൂച്വൽ ഫണ്ടുകളും ഒക്കെയാണ്. അതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് പാരലൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു തെറ്റുമില്ല. അതിന് ഈ ഹയർ റിട്ടേൺസ് ഉണ്ട് താനും ഇപ്പോഴത്തെ രീതിയിൽ അതിന് 15-20% റിട്ടേൺ ഉണ്ട്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു ഗ്രോത്ത് റേറ്റ് ഒക്കെ വെച്ച് നോക്കിയിട്ട് അടുത്തൊരു 10-25 വർഷത്തേക്ക് വളരെ ഒരു ആവറേജ് ഒരു 8 to 9% ഇന്ത്യ എക്കണോമി ഗ്രോ ചെയ്ത് വരും, ഉറപ്പായിട്ട് വരും. ചിലപ്പോൾ 10% ഗ്രോത്ത് റേറ്റ് വരുമായിരിക്കും. കമ്പനികൾ തന്നെ, പല കമ്പനികളും ഇന്നത്തെ ചെറിയ കമ്പനികൾ, ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വലിയ കമ്പനികൾ എന്ന് പറയുന്ന IT-യിലുള്ള TCSO അല്ലെങ്കിൽ റിലയൻസ് എന്ന് പറഞ്ഞ കമ്പനിയോ ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ഇതൊക്കെ ചെറിയ കമ്പനികളായിരുന്നു 1990-ലും 2000-ലും. ഞങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ വരുമ്പോൾ IPO വന്ന കമ്പനികളാണ്. ഹീറോ ഹോണ്ട, HDFC ബാങ്ക് എന്നൊക്കെ ആയിട്ട് ഇതൊക്കെ ചെറിയ IPOകൾ വന്ന കമ്പനികളാണ്. ടൈറ്റാൻ എന്നൊക്കെ പറയുന്നത്. ഇന്ന് അതൊക്കെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ടേൺ ഓവറുള്ള വലിയ കമ്പനികളായിട്ട് മാറി. ഇതേപോലെ ഇനിയും കണ്ടമാനം കമ്പനികൾ ഇന്ത്യയിലുണ്ടാകും. അടുത്ത ഒരു 25 വർഷത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇൻവെസ്റ്റേഴ്സിനും അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു വളരെ സ്വപ്നതുല്യമായിട്ടുള്ളൊരു സിറ്റുവേഷനാണുള്ളത്. പിന്നെ ഉള്ളൊരു ക്വസ്റ്റ്യൻ, ലോൺ എടുത്ത് എന്നാൽ ഷെയർ മേടിക്കാവുന്ന, ലോൺ എടുത്ത് ഷെയർ മേടിക്കുന്നുണ്ട് ഒത്തിരി പേരുണ്ട്. അതൊക്കെ പക്ഷേ കുറച്ചുകൂടെ നമ്മൾ ആ ലോൺ എടുക്കുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യണം. കാര്യം നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇടയ്ക്ക് ലോൺ റീപേ ചെയ്യാനും ചില ഒരു അണ്ടർ പെർഫോം ചെയ്യുന്ന ചില പീരീഡ് ഉണ്ട് മാർക്കറ്റിൽ സ്റ്റോക്കുകൾ. ചിലപ്പോൾ ഒരു വർഷത്തെ, ഈ കഴിഞ്ഞ ഒരു വർഷം കാര്യമായിട്ട് മൂവ്മെൻറ്റ് ഇല്ലായിരുന്നു. കഴിഞ്ഞ മുമ്പത്തെ വർഷം 20-25% ഗ്രോ ചെയ്തു. അപ്പോൾ അങ്ങനെ മൂവ്മെൻറ്റ് ഇല്ലാത്ത പീരീഡിൽ ഇൻട്രസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും, പക്ഷേ നമുക്ക് റിട്ടേൺ കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ലോൺ ഒന്ന് ലിമിറ്റ് ചെയ്യണം. സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് ലോൺ എടുക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. പിന്നെ ബിസിനസ്സുകളിൽ ലോൺ എടുക്കുന്നതും സ്റ്റോക്കിൽ ലോൺ എടുക്കുന്നതും തമ്മിൽ ഒരു കമ്പാരിസണും ഇല്ല. ബിസിനസ്സുകളിൽ ലോൺ എടുക്കുന്നത് തീർച്ചയായിട്ടും ഒരു ബിസിനസ്സിന് ലോൺ വളരെ അത്യാവശ്യമായിട്ട് എടുത്തിരിക്കണം. കാര്യം അവർ എപ്പോഴും ക്യാപിറ്റൽ കൊണ്ട് ഒരു ബിസിനസ്സിനെ ഫണ്ട് ചെയ്യാൻ പറ്റത്തില്ല. വർക്കിംഗ് ക്യാപിറ്റൽ ലോൺസ് ഉണ്ടാകും, മറ്റു തരത്തിലുള്ള മെഷീനറീസൊക്കെ മേടിക്കാനുള്ള ലോൺസ് ഉണ്ടാകും, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ടുള്ള ലോൺസ് ഉണ്ടാകും. അതുപോലെ തന്നെ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റീസ് നന്നായിട്ട് ക്യാഷ് മാനേജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ടാകും. അങ്ങനെ പലതരത്തിലുള്ള ഫെസിലിറ്റിയുടെ പല കോമ്പിനേഷൻ ഉപയോഗിച്ചിട്ടാണ് എല്ലാ സക്സസ്ഫുൾ ബിസിനസ്സുകളും ചെയ്തേക്കുന്നത്. എന്തുകൊണ്ടാണ് ക്യാപിറ്റൽ മാത്രമായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റുന്നത്? ഒന്ന്, അതുപോലെ റിസ്ക് ക്യാപിറ്റൽ അവൈലബിൾ അല്ല. 2, ഇഷ്ടം പോലെ നല്ല ക്യാഷ് ഫ്ലോ ഉള്ള നല്ല ബിസിനസ്, നല്ല പ്രോജക്റ്റുകൾക്ക് ഫണ്ട് ചെയ്യാനായിട്ട് ഇഷ്ടം പോലെ ഫണ്ട് അവൈലബിൾ ആണ്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പലപ്പോഴും ഇപ്പോൾ ഞാനൊരു കസ്റ്റമർ എന്നുള്ള രീതിയിൽ ഞാൻ ആദ്യ കാലങ്ങളിലൊക്കെ കൂടുതലും ബാങ്കുകളുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ പോകുമായിരുന്നു ഞങ്ങളുടെ കമ്പനികളുടെ ഓരോ ആവശ്യങ്ങൾക്ക്. അപ്പോൾ അവർ ചോദിക്കും, നിങ്ങളുടെ ബിസിനസ് എന്താണ്? നമ്മൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഇക്വിറ്റി, നിങ്ങൾക്ക് എത്ര ബ്രാഞ്ച് ഉണ്ട്, നിങ്ങൾക്ക് എന്ത് റവന്യൂ ഉണ്ടെന്നൊക്കെ ചോദിക്കും. പക്ഷേ എപ്പോഴും നമ്മളൊരു കസ്റ്റമർ എന്നുള്ള രീതിയിൽ അവിടെ ചെല്ലുകയും, ബാങ്ക് ആണെങ്കിൽ ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ എന്ത് കൊളാറ്ററൽ കൊടുക്കും, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ അവരും ചോദിക്കും. അപ്പോൾ ഇവർ തമ്മിലൊരു ചെറിയൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. ആക്ച്വലി
കസ്റ്റമർക്ക് ബാങ്കിനെയും വേണം, ബാങ്കിന് കസ്റ്റമറേയും വേണം. പക്ഷേ ഓപ്പണായിട്ട് അങ്ങ് ഡിസ്കസ് ചെയ്യാൻ പറ്റത്തില്ല. ബാങ്ക് എപ്പോഴും നോക്കുന്നത് അവരുടെ സെക്യൂരിറ്റിയും എങ്ങനെ നമുക്ക് ബെറ്റർ റേറ്റ് കിട്ടും, ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടും എന്നൊക്കെയുള്ളതാണ്. കസ്റ്റമർ നോക്കുന്നത് എങ്ങനെ ലോ ഇൻട്രസ്റ്റ് റേറ്റ് മേടിക്കാം, അല്ലെങ്കിൽ എങ്ങനെ കുറച്ച് സെക്യൂരിറ്റി കൊടുത്തിട്ട് മേടിക്കാം, ഇങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ശരിക്കും വർക്കാകാനായിട്ട് ഇപ്പോൾ നിങ്ങളെ പോലെയുള്ള കൺസൾട്ടൻസിനെ ഉപയോഗിച്ചിട്ട് അവരെ ഉപയോഗിക്കുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ഈ രണ്ടിടത്തും പോയിട്ട് കറക്റ്റായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ച് കൃത്യമായിട്ട് ഇതിനെ ഒരു കൺക്ലൂഷനിലെത്താൻ സാധിക്കും. അപ്പോൾ വലിയ പ്രൊജക്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു കൺസൾട്ടൻസിനെ ഉപയോഗിക്കുന്നത് നല്ലതാണ്. കാര്യം അവർക്ക് കുറച്ചുകൂടെ ഗൈഡ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ പ്രൊജക്ഷൻസൊക്കെ കറക്റ്റാണോ. ബാങ്കിനാണേലും ഈ ബാങ്കിൻ്റെ അടുത്ത് ഈ കൺസൾട്ടൻറ്റിന് വീണ്ടും ചെല്ലേണ്ടതാണ്. തിരിച്ചൊന്നും കിട്ടാത്ത ലോണുമായിട്ടൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ കൺസൾട്ടൻസ് എപ്പോഴും ഒരു ബാലൻസ് ചെയ്ത് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യും, രണ്ടുപേരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും. ചെറിയൊരു ഫീസ് കൊടുക്കണമെന്നുള്ളത് എന്താണെങ്കിലും കൺസൾട്ടൻസിന് അവരുടെ റോളുണ്ട്. ആ രീതിയിൽ പോകുമ്പോൾ കമ്പനികളൊക്കെ എല്ലാവരും അങ്ങനെ ആയിരിക്കും. കൂടുതൽ കമ്പനികൾ ആദ്യകാലങ്ങളിൽ ഞാൻ നേരിട്ട് പോകുമായിരുന്നു. പിന്നീട് ഞാൻ അങ്ങനെ ഞങ്ങളുടെ പ്രൊജക്റ്റുകളൊക്കെ വരുന്ന സമയത്ത് ഞങ്ങൾ മിക്കവാറും ഏതെങ്കിലും ഒരു കൺസൾട്ടൻസിനെ ആരെങ്കിലും സമീപിച്ചിട്ട് പറയും ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു റിക്വയർമെൻ്റ് ഉണ്ട് എന്ന് പറയും. പിന്നെ കമ്പനികൾ ബിസിനസ്സുകൾ ലോൺ എടുക്കുമ്പോഴും അവിടെ ഒരു തമ്പ് റൂളെന്ന് പറഞ്ഞാൽ നമുക്കതിനകത്തുനിന്ന് എടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് റിട്ടേൺ തരുന്ന അസറ്റിലായിരിക്കണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അല്ല റിട്ടേൺ തരുന്ന ആക്ടിവിറ്റിയിലായിരിക്കണം. ചുമ്മാ അതെടുത്ത്, അതായത് ഇപ്പോൾ ഇവിടെ നിന്നൊരു ബാങ്കിൽ നിന്ന് കാശ് കിട്ടി, കൊളാട്രൽ ലോണിൻ്റെ കാശ് കിട്ടി, ആ കാശ് മുഴുവൻ എടുത്ത് നമ്മൾ അഡ്വർടൈസ് ചെയ്യാനോ, അല്ലെങ്കിൽ അഡ്വർടൈസ് ചെയ്യുന്നത് മോശമെന്നല്ല ഞാൻ പറഞ്ഞത്, നമ്മളത് മുഴുവൻ പലതരത്തിലങ്ങ് സ്പെൻഡ് ചെയ്ത് ലാവിഷായിട്ടുള്ള ഓഫീസുകൾ പണിയാനായിട്ടോ ഒക്കെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിൽ നിന്ന് റിട്ടേൺ വരുന്നില്ലെങ്കിൽ അത് വലിയ പാടാണ്. അപ്പോൾ ക്യാഷ് ഫ്ലോ കറക്റ്റ് പ്ലാൻ ചെയ്തിട്ട് ചെയ്താൽ ലോൺ എടുക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. ബിസിനസ്സുകൾ ആക്ച്വലി ലോൺ എടുത്തിട്ട് തന്നെ ഡെവലപ്പ് ചെയ്യാവുള്ളൂ, മുഴുവനായിട്ട് ക്യാപിറ്റൽ ഡൈല്യൂട്ട് ചെയ്ത് ചെയ്യില്ല എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. നമ്മളിപ്പോൾ ബിസിനസ്സുകാരെ കണ്ടുവരുമ്പോഴുണ്ടല്ലോ അവർ ഇൻവെസ്റ്റ്മെൻറ്റ് മൊത്തം ലാൻഡിലാണ്. അതായത് അവർ ഒരു സർപ്ലസ് വന്നു അത് ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഈ ഷെയറിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇതൊന്നും ഇൻവെസ്റ്റ് ചെയ്യുക ലാൻഡിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ കാര്യം എന്നുണ്ടെങ്കിൽ അടുത്ത ലോൺ എടുക്കണമെങ്കിൽ പ്രോപ്പർട്ടി വേണം. പലപ്പോഴും ഈ ബിസിനസ്സുകാർക്ക് പല ആൾക്കാർക്ക് അറിയില്ല. നമ്മൾ ലാൻഡ് ഒരു ആവശ്യത്തിന് വാങ്ങുക, ഈ ബാങ്ക് നമ്മുടെ ഫൈനാൻഷ്യൽ സ്ട്രെങ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബാങ്കിന് പിന്നെ സെക്യൂരിറ്റിയുടെ വലിയ ആവശ്യമില്ല, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതൊന്നും അറിയാതെ ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യും, പിന്നെ ഇൻവെസ്റ്റ് ചെയ്യും, അങ്ങനെ പോവാണ്. പക്ഷേ ലിക്വിഡിറ്റി, സാർ നേരത്തെ പറഞ്ഞ പോലെ ലിക്വിഡിറ്റി നശിച്ചു പോവുകയാണ്. ഞാൻ അതുകൊണ്ടാണ് ഈ പർപ്പസ്ഫുള്ളി സാറിനോട് ചോദ്യം ചോദിച്ചത്. ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ശരിക്കും ലോൺ എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലോ. കമ്പനികൾ എല്ലാവരും തന്നെ ഇപ്പോൾ ലാൻഡിലൊന്നും അല്ല കേട്ടോ. കമ്പനികൾക്ക് നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ഞങ്ങൾക്ക് ധാരാളം കോർപ്പറേറ്റ് കസ്റ്റമേഴ്സ് ഉണ്ട്. അവർക്ക് ട്രഷറി ഓപ്പറേഷൻ തന്നെ സ്വന്തമായിട്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ പല കമ്പനികൾക്കും ഉണ്ട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യാനായിട്ട്. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, മ്യൂച്വൽ ഫണ്ടിൽ ലിക്വിഡ് എക്സസ് ഫണ്ട് ഷോർട്ട് പീരീഡിൽ വരുന്നത് ലിക്വിഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആയിട്ട് ചെയ്യുന്നുണ്ട് ഡെറ്റിൽ. അപ്പോൾ അത് അതായത് നമ്മൾ SBI അക്കൗണ്ടിൽ ഇടുന്നതിന് പകരമല്ല, കറണ്ട് അക്കൗണ്ടിൽ ഇട്ടാൽ അവർക്കൊന്നും കിട്ടത്തില്ലല്ലോ. ഇത് 5-6% ഈ റിട്ടേൺസ് കിട്ടുന്ന ചെറിയ നമ്പർ ഓഫ് ഡേയ്സ്, അതായത് 8 days 10 daysലേക്കൊക്കെ ഇടുന്ന ടൈപ്പുള്ള ഫണ്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പല രീതിയിൽ പല കമ്പനികളും അവരുടെ ഷോർട്ട് ടേമിലൊക്കെ വരുന്ന ക്യാഷൊക്കെ മാനേജ് ചെയ്ത് ബെറ്റർ റിട്ടേൺസ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ ഡിസിപ്ലിൻഡായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവരൊക്കെ ഒത്തിരി കമ്പനികളുണ്ട്, ഇല്ലയെന്നില്ല. പിന്നെ താങ്കൾ പറഞ്ഞ പോലെ ഇത് എല്ലാ റിയൽ എസ്റ്റേറ്റിലേക്ക് പോയി കഴിഞ്ഞിട്ട് അവർക്ക് ഈ കമ്പനിക്ക് തന്നെ ലിക്വിഡിറ്റി ഇല്ലാതാകുന്ന ഒരു സിറ്റുവേഷൻ വരും. അത് കൊളാട്രൽ കൊടുക്കുക എന്ന് പറയുന്നത് ആക്ച്വലി ഇപ്പോൾ ഇന്നത്തെ കാലത്ത് പല ബാങ്കുകളും അങ്ങനെ വലിയ കൊളാട്രൽ ഇൻസിസ്റ്റ് ചെയ്യാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല റേറ്റിംഗ് ഉള്ള കമ്പനികളായിരിക്കണം, അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. ഗവൺമെൻറ് സ്കീമുകൾ 10 കോടി വരെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് മറ്റേ ലോൺ കണ്ട് മറ്റേ CGTMSE കവറേജ് ഉണ്ട് ഇപ്പോൾ നിലവിൽ. പിന്നെ മറ്റേ സ്റ്റാർട്ടപ്പ് രജിസ്ട്രേഷൻ 20 കോടി വരെ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സ്കീമുകളുണ്ട്. ഇതൊന്നും ചെയ്യാതെ ഇവർ പോയിട്ട് ഇപ്പോൾ ഞാൻ കണ്ടുവരുന്നത് ഒന്ന് ലാൻഡ് ഇൻവെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ സാറ് പറഞ്ഞ പോലെ വലിയ ഓഫീസ് പണിയും, അതിന് പകരം മെഷീനറി വാങ്ങിച്ചാൽ അത്രയും നല്ല പ്രൊഡക്ഷൻ ഉണ്ടായേനെ. വലിയ ഓഫീസ് പണിയും, അല്ലെങ്കിൽ കാർ വാങ്ങും, വലിയ കാറുകൾ വാങ്ങും. ഇതൊക്കെ ഡിപ്രീസ് പ്രശ്നമായി പോകുന്നതാണ്. അത് അങ്ങനെ വന്നിട്ടൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബിസിനസ് സൈക്കിളൂടെ തിരിഞ്ഞു കഴിയുമ്പോൾ ഇവരുടെ ലോൺ ഇവർക്ക് റീപേ ചെയ്യാൻ വന്നാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ആ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ട് NPA പോയി കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് ലോൺസ് ഒന്നും കിട്ടത്തില്ല. എന്താണെങ്കിലും ആദ്യകാലം ഇപ്പോൾ പറയുമ്പോൾ താങ്കൾക്കറിയാമല്ലോ, ഫസ്റ്റ് ലോണൊക്കെ കിട്ടാനായിട്ട് നമ്മൾ ചിലപ്പം കൊളാട്രലൊക്കെ കൊടുക്കേണ്ടി വരും. നമ്മൾ ബാങ്കുകളെയൊക്കെ കുറച്ചൊന്ന് കൺവിൻസ് ചെയ്യണമല്ലോ, അവർക്കൊരു കംഫർട്ട് ലെവൽ നമ്മൾ പ്ലേ ചെയ്യണം. അല്ലാതെ ഇപ്പോൾ ബാങ്കുകളുടെ കാശ് എന്ന് പറഞ്ഞാൽ പബ്ലിക്കിൻ്റെ മണിയാണ്. അത് എടുത്ത് അവർ എല്ലാവർക്കും കുറേ പേർക്കങ്ങ് കൊടുത്ത് ബിസിനസ് ഉണ്ടാക്കുക എന്നുള്ളതൊന്നുമല്ല അവരുടെ പ്രൈമറി ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ. അത് നല്ല രീതിയിൽ ആ ലോൺ കൊടുക്കേണ്ടവർക്ക് കൊടുക്കണം, പക്ഷേ അത് ലോണും ഇൻട്രസ്റ്റോടുകൂടെ തിരികെ വന്നാൽ മാത്രമല്ല അവർക്കും റീപേയ്മെൻറ്റ് ഒബ്ലിഗേഷൻസ് ഒക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർ കുറച്ച് സേഫ്റ്റിയൊക്കെ നോക്കും. പക്ഷേ എന്നാലും വലിയ പ്രൊജക്റ്റുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അത് കൊളാട്രൽ ബേസ്ഡ് ആയിട്ടല്ല അത് പോകുന്നത്. ഞങ്ങൾ എടുത്തേക്കുന്ന പല ഫെസിലിറ്റീസിനും വേറെ ഒരു കാര്യമായിട്ടൊരു കൊളാട്രലും കൊടുത്തിട്ടില്ല.
ആദ്യകാലങ്ങളിലൊന്നും അത്ര കിട്ടത്തില്ലായിരുന്നു. ഇപ്പോൾ പല ബാങ്കുകളും നമ്മുടെ അടുത്ത് വരാറുണ്ട്. നമ്മളോട് അങ്ങനെ കൊളാറ്ററലൊന്നും ചോദിക്കും. എന്തെങ്കിലും കൊളാറ്ററൽ ഉണ്ടെങ്കിൽ ഞങ്ങൾ കൊടുക്കും, ഇല്ലെങ്കിൽ അത് അങ്ങനെ അതിനനുസരിച്ച് സ്ട്രക്ചർ ചെയ്യും. അപ്പോൾ അവർക്ക് അറിയാം ഒരു ക്രെഡിബിലിറ്റി ഉള്ള ബൊറോവറാണ്, അവരുടെ ഈ എടുക്കുന്ന പണം ബിസിനസ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റിക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്, കൃത്യമായിട്ട് അതിൻ്റെ റീപേയ്മെൻറ്റ് വരുന്നുണ്ട്. എല്ലാ പീരീഡിലും നമ്മൾ ബാങ്കിന് എല്ലാ ക്വാർട്ടറിലും നമ്മുടെ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും എല്ലാം കറക്റ്റായിട്ട് ബാങ്കിന് കൊടുത്ത് നമ്മളവരെ കൺവിൻസ് ചെയ്യും. പിന്നെ ഓഡിറ്റ് ചെയ്ത് നമ്മുടെ ഡേറ്റ എല്ലാം കൊടുക്കും. അപ്പോൾ അവർക്കറിയാം അത് കറക്റ്റാണ്, സേഫാണെന്ന് പറയുമ്പോൾ അവർ കണ്ടിന്യൂ ചെയ്ത് റിലേഷൻഷിപ്പ് വെക്കും. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ എക്കണോമിയൊക്കെ ഡെവലപ്പ് ചെയ്ത് എത്രമാത്രം ഡെവലപ്പ് ചെയ്താലും ഇത് രണ്ട് സൈഡ്, ഈ അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡും എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ കൂടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുമ്പം വേറെ സൈഡിൽ കൂടെ ലോൺസും എല്ലാം പാരലായിട്ട് നടക്കും. ഇതെല്ലാം കൂടെ കൂടിയാണ് എക്കണോമിക് ആക്ടിവിറ്റി വൈബ്രൻ്റ് ആകുന്നത്. ഫിനാൻഷ്യൽ സർവീസസിൽ എല്ലാ മേഖലകൾക്കും, ലോണുകൾക്കും ഇൻവെസ്റ്റ്മെൻറ്റുകൾക്കും അതുപോലെ തന്നെ അതിനകത്ത് ബ്രോക്കേഴ്സിന്, കൺസൾട്ടൻസിന് എല്ലാം ഒരു റോളുണ്ട്. അപ്പോൾ ഇന്ത്യൻ എക്കണോമിയുടെ ഒരു സൈസ് ഇന്നിപ്പം $4 ട്രില്യൺ. അതടുത്ത ഒരു 2047 25 ട്രില്യൺ ആകും, 30 ട്രില്യൺ ആകും എന്നൊക്കെ പറയുന്നത്. ചൈനയുടെയും അമേരിക്കയുടെയും അപ്പോഴത്തെ സൈസിനടുത്തേക്ക് നമ്മൾ വളരുമെന്നാണ് അടുത്ത 25 വർഷത്തിൽ. ഈ 25 വർഷം കൊണ്ട് ഇവിടുത്തെ ഏറ്റവും വലുത് തോതിൽ വളരാൻ പോകുന്ന ഒരു ഏരിയയുമാണ് ഫിനാൻഷ്യൽ സർവീസസ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ബിസിനസ്സിനെ പറ്റിയും ഞങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ എണ്ണം, ഇപ്പോൾ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ടുകളിൽ എല്ലാവരും തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓൺലൈൻ ട്രേഡിംഗ് ആക്ടിവിറ്റിയെ പറ്റിയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കുറച്ചുകൂടെ ആളുകൾക്ക് പ്രിപ്പയർഡായിട്ട് വന്നു കഴിഞ്ഞാൽ പുതിയ ജനറേഷൻ വളരെ സക്സസ്ഫുള്ളായിട്ട് അത് ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട്. AI ഇപ്പോൾ പുതിയൊരു റെവല്യൂഷനാണല്ലോ AI വന്നതെന്നൊക്കെ പറയുന്നത്. നമ്മൾ AI ഒരു ഉപയോഗം, അതായത് AI ഒരു ഇത് ബെനിഫിറ്റ് നമുക്ക് ഈ ഷെയർ ട്രേഡിങ്ങിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്നുണ്ടോ ശരിക്കും? ഇപ്പോൾ അല്ല, AI എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ യൂസ് കേസ് സിനാറിയോസ് ഇപ്പോൾ പതിയെ തുടങ്ങിയിട്ടുള്ളതേ ഉള്ളൂ. AI വലിയൊരു സംഭവമാണ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് വരുന്ന കാലത്ത് ഇതുപോലെയായിരുന്നു. ഇൻ്റർനെറ്റ് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യത്തെപ്പറ്റിയൊക്കെ, പക്ഷേ ഇൻ്റർനെറ്റ് ഒരു വലിയ സംഭവമായിട്ട് മാറും. ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പ്യൂട്ടറൈസ് ലോകം മൊത്തം ഒരു കണക്റ്റഡ് ആകും എന്നൊക്കെ പറഞ്ഞെങ്കിലും യഥാർത്ഥത്തിൽ അതിൻ്റെ ആപ്ലിക്കേഷൻസൊക്കെ 2010, 2012 പീരീഡിലൊക്കെ പുതിയ ഡിജിറ്റൽ ഫോൺസൊക്കെ വന്നതിന് ശേഷമാണ് എല്ലാവരും തന്നെ. ഇപ്പോൾ നമ്മളിപ്പോൾ ഗവൺമെൻറ് സർവീസ് പോലും ഓൺലൈനായി, ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ഓൺലൈനായി, അല്ലെങ്കിൽ മൂവി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ഓൺലൈനായി, ഫുഡ് ഓർഡർ ചെയ്യുന്ന ഓൺലൈനായി എന്ന് വേണ്ട എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുന്ന ഓൺലൈനായി. അപ്പോൾ എല്ലാം തന്നെ ഒരു ഓൺലൈൻ റിലേറ്റഡ് എക്കണോമി ആയിട്ട് മാറി വന്നത് ഒരു കുറച്ച് 10-15 വർഷം കൊണ്ടാണ്. ഈ പറഞ്ഞ പോലെ ഇപ്പോൾ AI എന്ന് പറയുന്ന ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഈ ഡേറ്റയൊക്കെ കളക്ട് ചെയ്ത് ഹ്യൂമൻ ഇൻ്റലിജൻസ് ഇല്ലാതെ പല കാര്യങ്ങളും ചെയ്യുക. ഓട്ടോമേഷനും AI എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളും പാരലി നടക്കുന്നതാണ്. അപ്പോൾ ഇതിനുള്ള ഒരു സിസ്റ്റമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അതിന് വേണ്ട ഡാറ്റാ സെൻറ്ററുകൾ, അതിന് വേണ്ട ചിപ്പ് മാനുഫാക്ചറിങ്, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. കുറച്ചൊക്കെ ഒരു ഹൈപ്പാണ്. ഇനി അത് യഥാർത്ഥത്തിൽ നമ്മുടെ ഓരോ ഇൻഡസ്ട്രിയിലേക്കും, ഞങ്ങളുടെ ഇൻഡസ്ട്രിയിലേക്ക് അതെങ്ങനെയാണ് വരുന്നത്, അല്ലെങ്കിൽ മറ്റ് ബാങ്കുകളിലേക്ക് എങ്ങനെയാണ് വരുന്നത്, അല്ലെങ്കിൽ അങ്ങനെ എല്ലായിടത്തും വരും. ഉറപ്പായിട്ടും ഇതൊരു റെവല്യൂഷണറി ഒരു പ്രൂഫുണ്ട് ഇതൊരു കൺസെപ്റ്റ് വർക്കാകുന്നതാണെന്ന്. ആളുകളുടെ ജീവിത രീതി മാറും. ആളുകൾ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും ഇന്ന് ജോലിയുടെ സാധ്യതകളൊക്കെ മാറും. അങ്ങനെ എല്ലാം മാറി വരും അടുത്ത. പക്ഷേ ഇതൊരു ഒറ്റ ദിവസം കൊണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതൊരു 5-10 വർഷം കൊണ്ട് ഈ AI ഡ്രിവൺ എക്കണോമി ആയിട്ട് മാറും മൊത്തത്തിൽ. അപ്പം എനിക്ക് തോന്നുന്നത് ബെറ്റർ എഫിഷ്യൻസി ഉണ്ടാകും. കുറച്ചുകൂടെ ആളുകൾക്ക് എല്ലാ പുതിയ ടെക്നോളജി ഇവൻച്വലി അതിൻ്റെ പ്രൂഫ് എന്ന് പറയുന്നത് ആളുകൾക്കൊരു ഗുണപ്രദമാകുന്ന ഒരു സിറ്റുവേഷൻ വരികയും, ഇപ്പം ഓൺലൈൻ വന്നപ്പോൾ എന്താ കോസ്റ്റ് താഴേക്ക് വന്നു. യഥാർത്ഥത്തിൽ ഓൺലൈൻ എന്താണ്, കൺവീനിയൻസ് കൂടി കോസ്റ്റ് താഴേക്ക് വന്നു എന്ന് പറഞ്ഞ പോലെ AI വരുമ്പം അതിൻ്റേതായ എന്തെങ്കിലും ഒരു കൺവീനിയൻസും കോസ്റ്റിലും ഒക്കെ ഉള്ള ഒരു ബെനിഫിറ്റ് വരുന്ന സമയത്താണ്. ഇപ്പോൾ കമ്പനികൾക്കൊക്കെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അവരുടെ കോസ്റ്റ് താഴേക്ക് വരും. മനസ്സിലായില്ലേ? അപ്പോൾ അവർക്ക് അതനുസരിച്ച് പ്രൊഡക്റ്റുകൾ ലോ കോസ്റ്റിൽ ഓഫർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരണം. പക്ഷേ ഇത് ഒറ്റ ദിവസം കൊണ്ട് വരത്തില്ല. സ്റ്റോക്ക് മാർക്കറ്റിൽ ആൽഗോരിതംസ് ഒക്കെ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്ന ആളുകളുണ്ട്. ആൽഗോരിതമിക് ട്രേഡിംഗ് എന്ന് പറഞ്ഞൊരു രീതി കുറച്ച് വർഷങ്ങളായിട്ടുണ്ട്. കമ്പ്യൂട്ടറൈസ്ഡ് ഇൻഡിവിജ്വൽ ട്രേഡേഴ്സിന് പകരം കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് ആപ്പ് റൺ ചെയ്യുന്ന ഒരു രീതി. അത് AI ഒരു പ്രിമിറ്റീവ് രീതി തന്നെയാണ്. AI ഇതുപോലെ തന്നെ ഡേറ്റ അനലൈസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അതുണ്ട്. പക്ഷേ മറ്റ് ജനറലൈസ് ചെയ്ത് ഇപ്പോൾ ഞങ്ങൾ ഓഫർ ചെയ്യുന്ന പോലത്തെ സർവീസസിൽ അത് എൻ്റയർ തിങ് ഒന്നും ഒരു AI കൂടെ തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ. അവിടെ പല ഡേറ്റകളും ഉണ്ട്. അതെല്ലാം അനലൈസ് ചെയ്ത് ആളുകൾക്കൊരു മിനിമം ഇൻവോൾവ്മെൻറ്റോടുകൂടി എഫിഷ്യൻ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ അധികം വൈകാതെ വരുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ വിജയിച്ച കേട്ട് അവർ ത്രില്ലടിക്കും. അതുപോലെ തന്നെ സാറിൻ്റെ അനുഭവത്തിൽ സാർ ഒരു ട്രാജഡി കണ്ട്, ഇപ്പോൾ സാറിൻ്റെ ഇതിനകത്ത് ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നു, ഒരു ട്രാജഡി ആയിപ്പോയി, അങ്ങനെ വല്ല ഒരു അനുഭവം സാറിന് പറയാൻ പറ്റുമോ? അല്ല, അങ്ങനെയുള്ള ഒത്തിരി അനുഭവങ്ങളുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യകാലത്ത് ഞാൻ എൻ്റെ സ്വദേശത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് എൻ്റെ കൂട്ടത്തിൽ ഒരാൾ ട്രെയിനിൽ വരുമായിരുന്നു. കോട്ടയത്ത് നിന്ന് എറണാകുളത്തെ ട്രെയിനിൽ വരും.
അദ്ദേഹമായിട്ട് ഞാൻ പരിചയപ്പെട്ടു. പുള്ളി എറണാകുളം മട്ടാഞ്ചേരിയിലുള്ള പെപ്പർ മാർക്കറ്റിൽ, പുള്ളിയുടെ ഫാദറായിട്ടൊരു പെപ്പറിൻ്റെ ട്രേഡറായിരുന്നു. അപ്പോൾ പെപ്പർ മാർക്കറ്റിൽ പോയി അവിടെ കച്ചവടം നടത്തുന്ന ഒരാളാണ് പുള്ളി. അതിനായിട്ടാണ് എറണാകുളത്ത് വരുന്നത്. അപ്പോൾ പുള്ളി അവിടെ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് പെപ്പർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹില്ലി ഏരിയാസിൽ നിന്നൊക്കെ പെപ്പർ കളക്ട് ചെയ്ത് എറണാകുളത്ത് മാട്ടാഞ്ചേരി മാർക്കറ്റിൽ വിൽക്കുകയൊക്കെ ചെയ്യുന്നൊരു ബിസിനസ്സാണ്. നല്ല രീതിയിലുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ഒരാളുടെ അടുത്ത് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തു, അപ്പോൾ എനിക്ക് കുറച്ച് നഷ്ടമുണ്ടായി. അയാൾ അത്ര ശരിയായിട്ടുള്ള ആളല്ലായിരുന്നു. നിങ്ങളെ കണ്ട ഞാൻ ട്രെയിനിൽ വെച്ച് കണ്ടപ്പോൾ ട്രെയിനിൽ വെച്ച് കണ്ടുള്ള പരിചയമാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, പുള്ളിക്കൊരു സാട്ടാക്കാരനൊരു മെൻറ്റാലിറ്റി ആണെന്ന് എനിക്ക് അപ്പോഴേ തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഇത് പുള്ളിക്ക് അത്ര അധികം വിദ്യാഭ്യാസം ഇച്ചിരി കുറവാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ ഏതായാലും ഇദ്ദേഹത്തോട് ഇങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാമെന്ന്. കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുള്ള കാലമാണ്. ഞാൻ പറഞ്ഞു, ശരി, അതിനെന്താ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. ആദ്യമൊക്കെ ഞാൻ കുറച്ച് നല്ല ഷെയർസൊക്കെ മേടിച്ചിട്ട് പുള്ളിക്ക് പെട്ടെന്ന് കുറച്ച് ലാഭം കിട്ടിയോടുകൂടി പുള്ളി ഭയങ്കരമായിട്ട് ആളങ്ങ് മാറി. പുള്ളിയുടെ കോർ ബിസിനസ് ആ മട്ടാഞ്ചേരിയിലുള്ള ട്രഡീഷണലായിട്ടുള്ള ബിസിനസ്, പെപ്പർ ബിസിനസ്സിലേക്ക് പിന്നെ പോകാതായി. പിന്നെ ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പുള്ളിയെ ഒരു ദിവസം കണ്ടപ്പം പുള്ളിയോട് ഞാൻ പറഞ്ഞു, പുള്ളി നേരെ എക്സ്ചേഞ്ചിലേക്ക് നേരെ അങ്ങ് വരികയാണ്. അന്ന് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബിൽഡിങ്ങിലേക്ക് പുള്ളി നേരെ രാവിലെ അങ്ങ് വരും. ഞാൻ ചോദിച്ചു, ഇന്ന് മറ്റേ മട്ടാഞ്ചേരി പോയില്ല? അപ്പോൾ വൈകിട്ടത്തെ ട്രെയിനിൽ തിരിച്ചും പോകുന്നതാണ് പുള്ളി മിക്കവാറും. ആഴ്ചയിൽ 1-2-3 തവണയിലും കാണുന്നതാണ്. അപ്പോൾ പുള്ളിയുടെ ഇന്നെന്താണ് പോകാത്തത്? പുള്ളി പറഞ്ഞു, ഇല്ല ഇന്ന് ഇനി അവിടെ അപ്പം ബിസിനസ് കുറവാണ്, ഞാൻ അതുകൊണ്ട് ഇവിടെ ഒന്ന് വന്നെന്നുള്ളേ ഉള്ളൂ. അപ്പോൾ പുള്ളി എൻ്റെ അടുത്തല്ല, വേറെ പലരുടെയും അടുത്തൂടെ ബിസിനസ്സൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇദ്ദേഹത്തിൻ്റെ സംസാര രീതി. അപ്പോൾ പുള്ളി എന്നോട് വളരെ എക്സൈറ്റഡ് ആയിട്ടൊക്കെ സംസാരിക്കാനാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇദ്ദേഹത്തിൻ്റെ സംസാര രീതിയിൽ നിന്ന് ഇദ്ദേഹം ഭയങ്കരമായിട്ട് അവിടെ നിന്ന് കാശൊക്കെ എടുത്തിട്ട് ഇവിടെ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ പുള്ളിയെ നിരുത്സാഹപ്പെടുത്തി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാർ ഇത് ഇങ്ങനെ ചെയ്യല്ലേ, സാറിന് അത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ട് വരും. കാര്യം ഈ മാർക്കറ്റുകളല്ലേ, സ്റ്റോക്ക് മാർക്കറ്റ്. അത് എനിക്ക് മറ്റേടത്ത് എന്ത് കിട്ടാനാണ്? മറ്റേടത്ത് കിട്ടുന്ന കാശിൽ നിന്നിൻ്റെ 10 ഇരട്ടി എനിക്കിവിടെ കിട്ടും. എനിക്കാണെങ്കിൽ വലിയ ഓടിയൊക്കെ കിട്ടാനുള്ള വകുപ്പുണ്ട് ബാങ്കിൽ നിന്ന്. പുള്ളിയുടെ ഫാദറായിട്ടുള്ള ഒരു ട്രഡീഷണൽ പെപ്പർ ബിസിനസ്സുകാരനാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ ഞങ്ങൾക്ക് 1 കോടി രൂപയുടെ ഫെസിലിറ്റി ഉണ്ട്. ആ സമയത്താണ് 92-93 പീരീഡിലാണ്. ഞാൻ ആ കാശ് മുഴുവൻ എടുത്തിട്ട് ഇവിടെ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തേക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ചെയ്യില്ല. എൻ്റെ അടുത്ത് വളരെ ചെറിയ ഇതേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ അദ്ദേഹം വളരെ വലിയ തോതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്ന ഒരാളാണ്. ഒരു 5-6 ഹർഷദ് മേത്ത പീരീഡ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വലിയൊരു നഷ്ടമുണ്ടായി. അതിനുശേഷം പിന്നെ പുള്ളി എനിക്കൊന്ന് ഈ ഓടിയൊക്കെ എടുത്ത് വീണ്ടും ലോണും ഒക്കെ എടുത്ത് പുള്ളി ഇൻവെസ്റ്റ് ചെയ്തു. ഏതായാലും കൊള്ളാം. പുള്ളി ഒരു 2000 ആയപ്പോഴത്തേക്കും പിന്നെ എൻ്റെ അടുത്തുനിന്ന് എൻ്റെ കസ്റ്റമറേ അല്ലായിരുന്നെങ്കിലും എനിക്കൊരു കണക്ഷൻ ഉണ്ടായിരുന്നു പുള്ളിയായിട്ട്. പല ആളുകളും പുള്ളിയുടെ ഈ ഒരു ഓവറായിട്ടുള്ള ഒരു എന്തൂസിയാസം കണ്ട് പുള്ളി അങ്ങ് പ്രോത്സാഹിപ്പിക്കുന്ന രീതി, സാർ അത് ചെയ്തോ, ഇത് ചെയ്തോ, അങ്ങനെ ചെയ്തോ എന്നൊക്കെ പറഞ്ഞു. പുള്ളി പലരും പറയുന്നത് കേട്ടിട്ട് തിരിച്ചു മറിച്ചു. പുള്ളിക്ക് വലിയ നോളജ് ഇല്ലായിരുന്നു മാർക്കറ്റുകൾ, ഈ സ്റ്റോക്ക് മാർക്കറ്റുകളെ പറ്റിയൊക്കെ. പുള്ളി ഒരു സത്യം പറഞ്ഞാൽ വലിയൊരു കടക്കാരനായിട്ട് മാറി ലാസ്റ്റ്. അങ്ങനെ കടക്കാരനായിട്ട് മാറി. അതിനുശേഷം പുള്ളിക്ക് ഒരു 98 ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് ഞാൻ പുള്ളിയെ ഹോസ്പിറ്റലിൽ പോയി കാണാൻ ചെന്ന സമയത്ത് പുള്ളി എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, പ്രിൻസ് ഒന്ന് പറഞ്ഞായിരുന്നു ഇത് ചെയ്യല്ല്, ഞാനിപ്പോൾ എന്താ ചെയ്യാൻ, എനിക്കിപ്പം എൻ്റെ ഓടി അടയ്ക്കണമെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ സ്ഥലങ്ങളൂടെ വിൽക്കണം എന്ന കണ്ടീഷനായി എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം 2001-2002 മരിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു ട്രാജിക്കായിട്ടുള്ള പല സിറ്റുവേഷൻസും ഉണ്ട്. പല ആളുകൾക്കും ഇതുപോലെ ഒരു ഡിസിപ്ലിൻ ഇല്ലാതെ മാർക്കറ്റിൽ ട്രേഡ് ചെയ്ത് കാശ് നഷ്ടപ്പെടുത്തിയ ആളുകളൊക്കെ ഉണ്ട്. ഇല്ലയെന്നല്ല, പക്ഷേ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നഷ്ടപ്പെട്ട ആളുകൾ വളരെ കുറവാണ്. ഇൻവെസ്റ്റ് ചെയ്ത് നല്ല ഗെയിൻസ് ഉണ്ടാക്കിയ പലരും അതിനെപ്പറ്റി ഓപ്പണായിട്ട് പറയത്തില്ല എന്നുള്ളതേ ഉള്ളൂ. സ്റ്റോക്ക് മാർക്കറ്റിൽ കൂടെ ഒരു ഫോർച്യൂൺസ് ഉണ്ടാക്കിയ ഒത്തിരി ആളുകളുണ്ട്. സാറേ, ഞാൻ ഈ സത്യത്തിൽ ഈ ഇൻ്റർവ്യൂ ആഗ്രഹിച്ചത് തന്നെ, ഇവിടെ ഒരുപാട് ആൾക്കാർ തൊഴിലില്ലാന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഒരു 5000 ഉണ്ടെങ്കിൽ അവൻ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങി അവന് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ഓവർ എ പീരീഡ് ഒരു 10 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ അവൻ ചിലപ്പോൾ ഒരു പക്ഷേ വലിയൊരാളായി മാറും. ഞാൻ പല ആൾക്കാരും ഉപദേശിക്കാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഇൻസൈറ്റ് കൊടുക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ തന്നെയാണ് സാറായിട്ട് ഞാനൊരു ഇൻ്റർവ്യൂ ആഗ്രഹിച്ചത് തന്നെ. ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ സംസാരിച്ചിട്ട് തീരുന്നില്ല. ശരി, ഒരുപാട് ഇനി സംസാരിക്കേണ്ടതുണ്ട്. നമുക്ക് ഇനി ഇൻ്റർവ്യൂ ഇനിയും തുടരേണ്ടി വരും. നമുക്ക് തുടരുകയും ചെയ്യാം. ഈ ലോൺ കോച്ചിൽ സാറ് ഇപ്പോൾ വന്ന് ഞങ്ങളോട് സഹകരിച്ച് ഈ കുറേ അനുഭവങ്ങൾ സാർ പറഞ്ഞു. ചിലപ്പോൾ ഒരു വർഷം സാറിന് 2 പേരുടെ കാര്യങ്ങൾ മാത്രമേ ഇന്ന് പറഞ്ഞിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഒരു വിജയിച്ച ആളുടെ, ഒരു പരാജയപ്പെട്ട ആളുടെ കാര്യങ്ങൾ. ഇതുപോലെ ആയിരക്കണക്കിന് ആൾക്കാരെ വിജയിച്ച ആൾക്കാരെയും ചിലപ്പോൾ കുറച്ച് ആൾക്കാർ പരാജയപ്പെട്ട ആൾക്കാരും കാര്യം സാറ് നമ്മളോട് ചിലപ്പോൾ ഒരു പക്ഷേ ഷെയർ ചെയ്യാൻ പറ്റിയേക്കാം ഇനി അടുത്തുള്ള ഇൻ്റർവ്യൂവിലൊക്കെ. അപ്പോൾ ഞങ്ങൾ ഈ ലോൺ കോച്ച് ചാനലിൽ വന്ന് ഈ അനുഭവങ്ങൾ പങ്കുവച്ചതിന് സാറിന് ഞങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. എനിക്ക് ഒരു അവസരം തന്നതിന് ഞാനും പ്രത്യേകിച്ച് നന്ദി പറയുന്നത്. കാരണം ഞാൻ റിയലായിട്ട് ഈ ഇൻ്റർവ്യൂ എൻജോയ് ചെയ്തു.
കാര്യം ഈ ഇൻവെസ്റ്റ്മെൻറ്റ് താങ്കൾ പറഞ്ഞ പോലെ ചെറിയ എമൗണ്ട് ഉള്ളതിൽ അതൊരു ഡിസിപ്ലിനായിട്ട് ഇതില്ല. നമ്മുടെ ജീവിതത്തിലെല്ലാം അങ്ങനെയാണല്ലോ. നമ്മളൊരു ഡിസിപ്ലിൻ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഡിസിപ്ലിനിലേക്ക് വരുമ്പോൾ ഫുഡ് കഴിക്കുന്നതിൽ അമിതമായിട്ട് ഫുഡ് കഴിച്ചാൽ പ്രശ്നമാണ്. അമിതമായിട്ട് എന്ത് കാര്യമാണല്ലോ, നമ്മൾ എക്സസൈസ് ചെയ്യുന്ന കാര്യമൊക്കെ പലതും പറയും. എന്ന് പറഞ്ഞ പോലെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ഡിസിപ്ലിനായിട്ട് വരുമ്പോൾ ആണ് ശരിക്കും അതിൻ്റെ ബെനിഫിറ്റ് ലോങ്ങർ പീരിയഡിൽ കിട്ടുന്നത്. അതുകൊണ്ട് നമ്മളിത് വലിയ ആളുകളെ ഉദ്ദേശിച്ചിട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമല്ല. ചെറിയ ആളുകൾക്കാണെങ്കിലും ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഉള്ളവർക്കാണെങ്കിലും ഓവർ എ പീരിയഡ് ഓഫ് ടൈം താങ്കൾ എക്സാക്റ്റായിട്ട് പറഞ്ഞ പോലെ അവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഇതിനെ കൊണ്ടുവരിക, ആ ഡിസിപ്ലിനിൽ വരിക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ 2026 തുടങ്ങാൻ പോവുകയാണല്ലോ. എല്ലാ വർഷവും എല്ലാവരും തുടക്കത്തിലൊരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറയുന്ന പോലെ ഈ വർഷം നമുക്കൊരു ഇതുവരെ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാത്തവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങി ചെറുതെന്നോ വലുതെന്നോ ഉള്ളതില്ല. സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് അവരുടെ ഭാവി, നമ്മുടെ ഇന്ത്യൻ എക്കണോമി കുതിച്ചാടുമ്പോൾ നമുക്കും നല്ല കാശുണ്ടെങ്കിലേ നമുക്കും ആ സമയത്ത് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ സിറ്റുവേഷൻ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും DBFS അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കും. അതിനകത്ത് യാതൊരു സംശയമില്ല. അത് ഞങ്ങളുടെ കോർ ബിസിനസ്സാണല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നിക്ഷേപകർക്ക് എല്ലാ രീതിയിലും ഏത് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കും എല്ലാ രീതിയിലുള്ള സർവീസ് കൊടുക്കാം. അതിനുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ട്. ദൈവാനുഗ്രഹിച്ച് അതിനുള്ള നല്ല നോളജുള്ള ടീമുണ്ട്. അപ്പോൾ നമ്മൾ ആ രീതിയിൽ ഉള്ള സപ്പോർട്ടൊക്കെ തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കും.